ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ കേൾവിക്കാർക്ക് ഏറ്റവും അനുഗ്രഹവും ആശ്വാസവുമായി തീരുന്നു എന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം അനേക ജീവിതങ്ങളെ കർത്താവിലേക്ക് നടത്തുവാൻ അവിടുന്ന് ഇടയായി തീരട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് ചാർലി പോൾ എന്ന് പറയുന്നതായ ഒരു കർത്താവിന്റെ ദാസനാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസനെ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. കർത്താവ് എന്തൊക്കെയുണ്ട് ദൈവദാസനെ? കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ വൈഫ് മോളി, മകൻ സാമുവൽ ചാർലി ബികോം കഴിഞ്ഞു. ഇപ്പോൾ ജിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജോലിയോടൊക്കെയുള്ള ബന്ധത്തിലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടുന്നൊക്കെ ഇറങ്ങി തിരിച്ചതാണല്ലോ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി തീരുവാനിടയായി തീരും. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കുന്നത് കേൾവിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും ആശ്വാസവും വിടുതലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണവുമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ ബ്രദറെ, ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവം ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാം ജോയ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ദേവദാസിക്കും ജോയ്സ് ടിവിയുടെ ഭാരവാഹികൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. എനിക്ക് പാടുവാൻ അറിയില്ല എങ്കിൽ തന്നെയും രണ്ടുപേരി പാട്ട് പാടാതിരിക്കുവാൻ നിർവാഹമില്ല. ഞാൻ രണ്ടുപേരി പാട്ടുകൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ നാഥ, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ പേര് ചാർലി പോൾ എന്നാണ്. സ്വന്തം ദേശം തൃശ്ശൂര് മണ്ണുത്തിക്ക് അടുത്തുള്ള നടത്തറ എന്ന് പറയുന്ന ദേശത്താണ്. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിനോട് അടുത്തുള്ള സെന്റ് തോമസ് തോപ്പ് സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ. 5 മുതൽ 10 വരെ പഠിക്കുവാനിട വന്നു. 10ാം ക്ലാസ്സിൽ 1983 210 മാർക്കോടുകൂടെ ആദ്യത്തെ ടേണിൽ തന്നെ 10ാം ക്ലാസ് പാസ്സാകുവാൻ സ്വർഗം എനിക്ക് വഴിയൊരുക്കി. എന്നാൽ ക്രിസ്തുവിനുമായി യാതൊരുവിധ ബന്ധങ്ങളോ ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു നാമധേയ കത്തോലിക്ക കുടുംബത്തിലായിരുന്നു. അപ്പൻ്റെ സഹോദരിമാരും ബന്ധുക്കളും ഒക്കെ കന്യാസ്ത്രീമാരും അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളാൽ ഞങ്ങളൊക്കെ എല്ലാം ആണ് എന്നുള്ള അബദ്ധ ധാരണയിൽ ജീവിച്ചു പോന്നിരുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു. എന്നാൽ ചെറുപ്പം മുതൽ തന്നെ ആർമിയിൽ പട്ടാളത്തിൽ കയറണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹത്തിന് ഉടമയായതിന്റെ പേരില് 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ശാരീരാഭ്യാസത്തിന് കടന്നു പോവുകയും അങ്ങനെ ശരീരം ഊതിവീർപ്പിക്കുന്ന പോലുള്ള ജിംനേഷ്യം ഒക്കെ ചെയ്ത് അങ്ങനെ 1988 ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കുവാൻ ഇടവന്നു. അങ്ങനെ 1993 ആദ്യമായിട്ട് 91 പഞ്ചാബിന് അടുത്തുള്ള പട്ടാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പോസ്റ്റിംഗ് പോവുകയും അവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാതെ 1993 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 2 മാസത്തെ അവധി കടന്നു വന്നു. അപ്പോൾ വളരെ ജലദോഷത്തിന്റെയും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ആയി ആസ്മ എന്നുള്ള രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ വന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ആ കാലഘട്ടത്തിലെ സ്വാമിനാഥൻ എന്ന് പറയുന്ന പ്രൊഫസർ ENT സ്പെഷ്യലിസ്റ്റ് സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡോക്ടറെ ഭവനത്തിൽ പോയി കൺസൾട്ട് ചെയ്യുകയും അദ്ദേഹം വ്യാഴാഴ്ച OPയിൽ കടന്നു വന്നാൽ മൂക്കിന്റെ പാലം ചെരിഞ്ഞിരിക്കുകയാണ്, അത് ഓപ്പറേഷൻ ചെയ്യാൻ എന്ന് പറയുകയും
ആ വ്യാഴാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മധ്യേ തൃശ്ശൂർ പട്ടണത്തിൽ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണുവാൻ നിൽക്കുന്ന സമയത്ത് ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഗേറ്റ് തുറക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന 1 തൊട്ട് 10 വരെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ജോജു ജോർജ് നീലങ്കാവിൽ എന്ന് പറയുന്ന ഒരു സഹോദരനെ കാണുവാനിട വന്നു. അദ്ദേഹം കൈ തന്നു. അദ്ദേഹം പറഞ്ഞു, പോട്ടം മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി അദ്ദേഹത്തിനെ മദ്യപാനമൊക്കെ നിർത്തിയ കാര്യം അദ്ദേഹം പറയുവാനിട വന്നു. അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവികമായാൽ ഓപ്പറേഷന്റെ ആ ഡേറ്റ് ഞാൻ ചോദിച്ചതിന് ശേഷം ഞാൻ നിന്നെ ബന്ധപ്പെടുവാൻ എന്ന് പറഞ്ഞു. അതിനുശേഷം വ്യാഴാഴ്ച OP പോയപ്പോൾ ഭവനത്തിൽ വെച്ച് നന്നായി ചെക്കപ്പ് ചെയ്ത ഡോക്ടർ പറയുവാനിട വന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമില്ലാതിരുന്ന എനിക്ക് ഒരു ചെറിയൊരു വിശ്വാസം കടന്നു വരുവാനും അങ്ങനെ എൻ്റെ സഹോദരനായ ആ ജോജു ജോർജ് എന്ന് പറയുന്ന ആ സഹോദരനും കൂടെ 1993 ഫെബ്രുവരി 27 ശനിയാഴ്ച മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ കടന്നുപോയി. അവിടുത്തെ രാത്രിയിലത്തെ ധ്യാനം കഴിഞ്ഞ് അദ്ദേഹം കടന്നുപോയി. ഞാൻ 28 മുതൽ മാർച്ച് 6 വരെയുള്ള ഒരാഴ്ചത്തെ ധ്യാനത്തിന് അവിടെ പങ്കെടുക്കുവാനിട വന്നു. മാർച്ച് 3 എൻ്റെ 25 വയസ്സിൽ എന്താണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് അറിയാതെ ഇരുന്ന കാലഘട്ടത്തിൽ യേശു കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വരുവാൻ ഇടവന്നു. ഹല്ലേലൂയ. ഞാൻ വളരെയധികം കണ്ണുനീരോടുകൂടെ പൊട്ടിക്കരയുവാൻ ഇടവന്നു. ഞാൻ അതുവരയ്ക്കും ഒരു കടുത്ത ഹൃദയത്തിന് ഉടമയായിരുന്നു. കാരണം ഞാൻ ആർമിയിൽ കയറുന്നതിന് മുമ്പ് DYFI എന്ന് പറയുന്ന സംഘടനയിലും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലും എല്ലാ സംഘടനകളിലും എല്ലാ ജാഥകളിലും എല്ലാത്തിലും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി. എൻ്റെ കൂടെ ഒരു 10-20 ചെറുപ്പക്കാരായ യൗവനക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പോയിരുന്ന ഒരു കടുത്ത ഹൃദയത്തിന് ഉടമയായിരുന്നു ഞാൻ. ആ ധ്യാന കേന്ദ്രത്തിൽ പൊട്ടിക്കരയുവാനിട വന്നു. എന്നാൽ പിന്നീടാണ് ബൈബിൾ പഠിച്ചപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും കഴിഞ്ഞത്. എന്നാൽ അതൊന്നും അറിയാതെ അവിടെ നിന്ന് 1993 മാർച്ച് 6 ശനിയാഴ്ച, ഇന്നലെ എന്നതുപോലെ എനിക്ക് ഇന്നും ഓർക്കുന്നു, 31 വർഷകാലങ്ങളായി ഞാൻ ഒരു POC ബൈബിളും അതുപോലെ തന്നെ വചനോത്സവം എന്ന് പറയുന്ന മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് വചനോത്സവം കാര്യങ്ങളൊക്കെ കടന്നു വരുവാനിട വന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ, അവിടെ നിന്ന് പോകണമെങ്കിൽ മുരിങ്ങൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക്, തൃശ്ശൂരിൽ നിന്ന് നടത്തറയ്ക്കുള്ള 2 ബസ് കയറണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ വിശ്വാസത്താൽ ഒരു തമിഴ്നാട്ടുകാരുടെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കണ്ടു. കൈ കാണിച്ചു. വിശ്വാസത്താൽ കൈ കാണിച്ചപ്പോൾ അവിടെ വണ്ടി നിർത്തുവാൻ ഇട വന്നു. സാധാരണ നിർത്താൻ പറ്റില്ല, അത്രയും ജനവും തിരക്കുള്ള സന്ദർഭമാണ്. എന്നാൽ ആ വണ്ടിയെ എന്നെ കയറി എൻ്റെ വീടിന്റെ നടത്തറയിൽ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവരോട് 2 പേരോടും സുവിശേഷം പറയുവാനും തമിഴിലുള്ള ആ ഡ്രൈവറിനും ആ കിളിക്കും തമിഴിലുള്ള വചനോത്സവം കൊടുക്കുവാൻ ഇട വന്നു. അന്ന് മുതൽ 31 വർഷകാലത്തുള്ളത് വരെ കുട്ടികളാവട്ടെ, വയസ്സായവരാവട്ടെ, ചെറുപ്പക്കാരാവട്ടെ, ഭാഷാ വിധാനത്തിൽ ഹിന്ദി അല്പസ്വല്പം ആർമിയിൽ ഉണ്ടായിരുന്നതിന് പേരിൽ അറിയാവുന്നതുകൊണ്ട് എല്ലാം ഭാഷകാരോടും ഇന്ന് വരെ സുവിശേഷം പറയുവാൻ സ്വർഗം എനിക്ക് വഴിയൊരുക്കുന്നു. അതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ സാക്ഷ്യം വളരെ നീണ്ട സാക്ഷ്യമാണെങ്കിൽ തന്നെയും പരമാവധി ഞാൻ വേഗത്തിൽ നിർക്കാം. അതിനു മുമ്പ് അടുത്തിടെ 2013 നടന്ന ഒരു സാക്ഷി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചിലപ്പോൾ ഈ സാക്ഷ്യം തുടങ്ങുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ പലരും കേൾക്കണമെന്നില്ല. ചിലപ്പോൾ തുടക്കം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഈ തുടക്കം കേൾക്കുന്നവർക്ക് വേണ്ടിയും അവർ ആരെങ്കിലും ഈ വ്യക്തി ജീവിതത്തെ അറിയുന്നുവെങ്കിൽ എളിയനുമായിട്ട് പരിചയപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു മുഖാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഒരിക്കൽ ഞാൻ എൻ്റെ സഹോദരിയുമായി, ഭാര്യ വീട്ടിലെ ഏക മകളാണ്. ഭാര്യ സഹോദരി എന്ന് പറയുമ്പോൾ ചില ഭാഗത്ത് ഞാൻ തൊടുപുഴ ഭാഗത്തൊക്കെ ശുശ്രൂഷി പോയപ്പോൾ ഭാര്യ സഹോദരി എന്ന് പറയുമ്പോൾ ഭാര്യയുടെ സഹോദരി എന്ന് കരുതി. അതല്ല, ഇവിടെ തൃശ്ശൂർ ഭാഷയാണ് ഭാര്യ സഹോദരി. ഞാനും എൻ്റെ ഭാര്യയും കൂടി ലക്ഷർ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ഫിലിപ്പ് ആഗസ്റ്റിൻ എന്ന് പറയുന്ന ഗ്യാസ്ട്രോന്റെ ഡോക്ടറെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്. എൻ്റെ ഒരു ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ ചെറുപ്പക്കാർക്കോ മറ്റുള്ളവർക്കൊക്കെ അത് ദഹിക്കുമോ എന്നറിയില്ല. എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ കയ്യിൽ പോക്കറ്റിൽ ട്രാക്റ്റ് ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ഒരു കെട്ട് ട്രാക്റ്റ്. ആ ട്രാക്റ്റിന്റെ പേര് ഈ ഡോക്ടറെ പരിചയപ്പെടുക എന്നുള്ളൊരു തലക്കെട്ടോട് കൂടിയ ട്രാക്റ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിലാണ് കടന്നു പോകുന്നത്. ഞാൻ ഫിലിപ്പ് ആഗസ്റ്റിന്റെ അവിടെ, എൻ്റെ വൈഫ് അവിടെ വരിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ജനത്തിന് മുഴുവൻ ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ 2 സെക്യൂരിറ്റി ഓഫീസർമാർ പിടിച്ച് പൊക്കി കൊണ്ടുപോയി ആ ലക്ഷർ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് എന്നെ എറിഞ്ഞു എന്ന് പറയാൻ ഇട്ടു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ സൗകര്യം എന്നെ കാണാൻ വന്നപ്പോൾ ആകെ പരക്കം വാങ്ങി വന്നപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ പറഞ്ഞു, ഒരാളെ 2 പേര് പൊക്കി കൊണ്ടുപോകുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഗ്ലാസിന്റെ മുമ്പിൽ, ആ ലക്ഷർ ഹോസ്പിറ്റലിന്റെ ഗ്ലാസിന്റെ മുന്നിൽ നിന്ന് ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് അങ്ങ് കാണുന്നല്ലോ, അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുവാൻ ഇടവന്നു. 2013 ഡിസംബർ 23 ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം തുടക്കം ഇട്ടത്.
ഞാനും എൻ്റെ ഭാര്യയും മകനും കൂടി ലക്ഷർ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കടന്നുപോയി. ആ സമയത്ത് ഭാര്യ സഹോദരി ഈ മകനും ഞാനും കൂടി ഡോക്ടറെ കണ്ടു. ഇറങ്ങുന്ന സമയത്ത് ഒരു സഹോദരി, ഗായത്രി എന്നാണ് അവരുടെ പേര്, 45-48 വയസ്സുണ്ടാവും. ആ ഗായത്രി എന്ന് പറയുന്ന ആ സഹോദരി, എൻ്റെ ഒക്കെ നിറം, കുറച്ച് അല്പം കൂടി മണ്ണുണ്ട്, പൊട്ടി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. 2 യുവ സഹോദരിമാര് ഈ ഗായത്രി എന്ന് പറയുന്ന ഈ സഹോദരി ആന്റിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വ്യക്തി ഇരിക്കുന്നതുകൊണ്ടു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് ചോദിച്ചു. അദ്ദേഹത്തിന് പരിചയപ്പെടാൻ പറ്റിയ അന്ന് എബി എന്നാണ് പേര്, പെരുമ്പാവൂരുള്ള വ്യക്തിയാണ്. ഇന്നും ഞാൻ അദ്ദേഹത്തിന് വചനവും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എബി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു അവരുടെ ഏക മകള്, ആ മകളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ മകൾ രക്ത അണലി കടിച്ച് ലക്ഷർ ഹോസ്പിറ്റലിന്റെ ക്രിട്ടിക്കൽ ICUവിൽ കിടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ആന്റി, ഈ കുട്ടിയുടെ അമ്മ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. കാണുന്നവരോട് എല്ലാവരും പറയാണ് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ വൈഫും മകനും ഡോക്ടറെ കണ്ടിറങ്ങി. ഞാൻ ഈ മുൻ അനുഭവം ഉള്ളത് കൊണ്ട് വൈഫിനെയും മകനെയും പറഞ്ഞു നിങ്ങൾ പോയിക്കോ എന്ന് പറയുവാനിട വന്നു. ഞാൻ അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഈ എബിയോട് ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ നല്ല നാട്ടു വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രക്താണുവിനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നാട്ടുവൈദ്യന്മാർ മരുന്ന് കഴിച്ചാൽ വേഗം പോകും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഏക വ്യക്തി ഉണ്ട്. അപ്പൊ ആ എബി ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. നമ്മൾ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരെ കൈവിടാത്ത ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എബി എന്നോട് പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹം ഡ്രൈവറാണ്, ഒരു രോഗിനെ കൊണ്ടുവന്നതാണ്. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. അതിന്റെ ഫോൺ നമ്പർ എബി മേടിക്കാൻ ഇട വന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ ഗായത്രി എന്ന് പറയുന്ന ഈ ആന്റി സഹോദരി എന്റെ അടുക്കൽ കടന്നു വന്നു. എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇങ്ങനത്തെ ഒരു സുവർണാവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആന്റി വരുവാൻ പറഞ്ഞു. അന്ന് ഇരിക്കുന്നതിന്റെ എന്റെ തൊട്ടപ്പുറത്ത് വലത് സൈഡിൽ ഒരു മുസ്ലിം സഹോദരി ഇരിക്കുന്നുണ്ട്, ഈ ഗായത്രി എന്ന് പറയുന്ന സഹോദരി ഇരിക്കുന്നുണ്ട്. ഞാൻ ആ സഹോദരിയുടെ തലയിൽ കൈവച്ച് കുറെ നേരം അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുവാനിട വന്നു. ഹല്ലേലൂയ. ഹോസ്പിറ്റലാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ നോക്കുവാനിട വന്നില്ല. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്, പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളോടുകൂടി പ്രാർത്ഥിക്കാൻ ഇട വന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ ആന്റിയുടെ തേങ്ങലും കണ്ണുനീരും കരച്ചിലെല്ലാം മാറി എന്റെ മനസ്സിന് നല്ല ആശ്വാസം ലഭിക്കുവാനിട വന്നു. പിന്നെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ രക്ത അണിൽ പിടിച്ച മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിട വന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ, വിശ്വാസത്താൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാകയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2014 ജനുവരി 1-ാം തീയതി തൃശ്ശൂരിൽ എന്റെ കൂട്ടുകാരന്റെ സഭകളിൽ 31-ാം തീയതി ഡിസംബർ 30-ാം തീയതി ആണ്ടർതി യോഗം കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ ഈ എബി എന്നോട് ഫോൺ വിളിക്കാനായിട്ട് വന്നു. ചാർലി പാസ്റ്റർ അല്ലേ? അതെ, ഞാൻ ലക്ഷർ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഞാൻ പോയപ്പോൾ ലക്ഷർ ഹോസ്പിറ്റലിൽ നിന്ന് ആ മകള് രക്താണുവിലേക്ക് അടിച്ച മകൾ ആ ക്രിട്ടിക്കൽ ICUവിൽ നിന്ന് ആ കൊച്ചിനെ ജനറൽ വാർഡിലേക്ക് കടന്നു കൊണ്ടുപോകാനിട വന്നു. രക്ത അണലി മൊത്തം ശരീരത്തിൽ ചുവപ്പ് നിറമായിരുന്ന മകളുടെ രക്ത അണലിയുടെ വിഷബാധ പോകുവാൻ ഇടവന്നുവെന്ന് 2014 ജനുവരി 1-ാം തീയതി പറയുവാനിട വന്നു. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മുടെ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിന്ദാപാത്രമായി, പരിഹാസ വിഷയമായി, വടക്കേ ഇന്ത്യയിലോ എവിടെയൊക്കെയോ കർത്താവിന്റെ നാമത്തിൽ നിന്ദാപാത്രമായ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ നിന്ദിക്കുന്നവരുടെ മധ്യേ ശത്രുക്കൾ കാണുക മേശ ഒരുക്കുമെന്നും 23-ാം സങ്കീർത്തനത്തിൽ യഹോവയായ ദൈവം ദാവീദിനോട് പറഞ്ഞതുപോലെ ആ ലക്ഷർ ഹോസ്പിറ്റൽ അനേകരുടെ മുമ്പിൽ യേശുവിന്റെ നാമം മഹിമപ്പെടുവാൻ യേശുവിന് വേണ്ടി ട്രാക്ട് കൊടുത്തു എന്നതുകൊണ്ട് സെക്യൂരിറ്റിക്കാർ പിടിച്ചു പൊക്കി ആ ചില്ലുകോവിന്റെ ആ പുറത്തേക്ക് എറിഞ്ഞ എളിയവനെ അതിനകത്ത് യേശുവിന്റെ സാക്ഷ്യം പറയുവാനും കർത്താവ് വിടിവിക്കുവാനും വന്നു. ഗായത്രി എന്നാണ് പേര്. എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഏതോ ഒരു ഭാഗത്താണ്. ഞാൻ പിന്നെ അവിടെ കടന്നു പോയപ്പോൾ രോഗിയുടെ പേര് ചോദിച്ചു. അപ്പോൾ ഗായത്രി എന്ന് പറയുന്ന മകളുടെ പേരിലാണ് രോഗി. മകളുടെ പേര് അറിയാത്തതിന്റെ പേരിൽ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചില്ല. പറഞ്ഞു വന്നതിന്റെ അർത്ഥം ആരെങ്കിലും ആ സഹോദരിയെ അറിയുന്നുവെങ്കിൽ ഈ എളിയവനുമായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാൻ അത് അപേക്ഷിക്കുകയാണ്. കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ കത്തോലിക്ക കുടുംബത്തില് ജനിച്ചു വളർന്ന ഞാൻ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ വന്ന് എപ്പോഴും ബൈബിൾ വായിക്കുന്ന സ്വഭാവമായിരുന്നു. എപ്പോഴും ബൈബിൾ വായിക്കുക. പട്ടാള പേരക്കിൽ എൻ്റെ ഒരു മെക്കാനിക്കൽ വിഭാഗത്തിലെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മെക്കാനിക്കൽ വിഭാഗത്തിൽ ഒരു അസാധാരണമായ ഒരു ജോലിയാണ്. വളരെ ഫ്രീ മൈൻഡുള്ള, വളരെ ബഹുമാനമുള്ള ജോലിയിൽ ഇത് പറയുന്നില്ല ഞാൻ, കാരണം അത് പറഞ്ഞാൽ കുഴപ്പമില്ല. തോക്കിനൊക്കെ റിപ്പയർ ചെയ്യുന്ന ജോലിയാണ്. അതിന്റെ പേരിൽ വളരെയധികം ബഹുമാനം കിട്ടുന്നതും മദ്യപാനികൾക്കൊക്കെ മദ്യം ഇഷ്ടമായി
കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളാണ്. 93 മുതൽ ഇന്ന് വരെ ഈ എളിയവൻ അടിയന് ലഭിക്കുന്ന ആ കോട്ട, പട്ടാളത്തിന് മിലിറ്ററി കോട്ട മേടിക്കാതിരിക്കുക സ്വർഗം എനിക്ക് വഴിയൊരുക്കി. അന്ന് മുതൽ ബൈബിൾ വായിക്കാനും അന്ന് മുതൽ സുവിശേഷം പറയാനും ഒക്കെ ഒരു വേട്ട നായിയെ പോലെ വലിയവരാണോ ചെറിയവരാണോ എന്നൊന്നും നോക്കാതെ സുവിശേഷം പറയുവാൻ സ്വർഗം വഴിയൊരുക്കിയും. അങ്ങനെ 94-ൽ ഞാൻ പഞ്ചാബിൽ നിന്ന് ജബൽപൂരിലേക്ക് പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി ഇടപെടുവാൻ ഇടവന്നു. നീ ആത്മാവിൽ സത്യത്തിലുള്ള ആരാധനയിൽ പങ്കെടുക്കണമെന്ന്. അപ്പോൾ ദിവസം 10-50 ഒക്കെ ബൈബിൾ അധ്യായം വായിക്കുന്ന സന്ദർഭമായതുകൊണ്ട് വേണ്ടവണ്ണം ഗ്രഹിക്കുന്നില്ലെങ്കിലും ഗ്രഹിക്കാതെ വീണ്ടും വീണ്ടും വായിക്കുന്നതിന് വലിയ അല്പസ്വയമൊക്കെ എനിക്ക് വചനം എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കുന്ന സാഹചര്യം വരുമ്പോൾ ആരെങ്കിലും തെറ്റായിട്ടല്ല ശരിയായിട്ട് ബന്ധകോസ്ത് വിശ്വാസികളായ ദൈവമക്കൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഈ കെടുക്കുന്ന ഫറവോന്റെ സർവ്വത്ത് കെടുക്കുന്ന ആ പ്രവണതയുണ്ടല്ലോ, ആ പ്രവണതയോട് ആത്മാവ് ഒന്ന് സ്നാനം ഒന്ന് എന്നൊക്കെ പറഞ്ഞ് എഫെസ്യോസ് ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പണ്ട് സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഏതിനും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മനോഭാവമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവാത്മാവിനോട് ഇടപെടുവാൻ ഇടവന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ അപ്പൊല്ലോസ് കൊരിന്തിയിലായിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ വന്നു. അവിടെയുള്ള വിശ്വാസികളെ കണ്ടപ്പോൾ എഫെസോസിലുള്ള വിശ്വാസികളോട് പൗലോസ് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ എന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. സ്നാനപ്പെട്ടവരായ അവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്നാനം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് മാനസാന്തര സ്നാനമായിരുന്നു, സ്നാപയോനാന്റെ സ്നാനമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മാനസാന്തര സ്നാനമാണ്, സ്നാപയോനാന്റെ സ്നാനം, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്നാനപ്പെട്ട വീണ്ടും സ്നാനപ്പെടുവാൻ ഇടവന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായം അതിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഞാൻ തൃശ്ശൂർകാരനാണ്, അതിന്റെ പേര് സ്പീഡ് കൂടുതലാണ്. എനിക്ക് ആത്മാവിനെ നിർവഹിക്കുമ്പോൾ സ്പീഡ് കൂടും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ഞാൻ അതിന്റെ പേരിൽ വളരെ സ്ലോയിലാ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആത്മനിർവഹം ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് കേട്ടവർ, സ്നാനപ്പെട്ടവരായവർ വീണ്ടും സ്നാനപ്പെട്ടു എന്നുള്ള വചനം എന്നെ പിടിച്ചു കുലുക്കി. അങ്ങനെ ഒരു പെന്തക്കോസ്തുകാരും ആരും സുവിശേഷം പറയാതിരിക്കുമ്പോൾ 94 സെപ്റ്റംബർ മാസം 2 മാസത്തെ അവധിക്ക് തൃശ്ശൂർ പട്ടണത്തിലേക്ക് ഞാൻ കടന്നുപോയപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന, അതിനു മുമ്പ് ഞാൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് ശേഷം എൻ്റെ ഇടയ്ക്കിൽ ഞാൻ സെക്കന്ദർബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് 6 മാസത്തെ കോഴ്സിന് കടന്നു പോയിരുന്നു. അവിടെ വെച്ച് ബൈബിൾ വായിക്കും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബ്രദറൻ ചർച്ച് ഉണ്ട്. അവിടെ ഹെബ്രോൺ ചർച്ച് എന്ന് പറയുന്ന ചർച്ചുകൾ, ഇഷ്ടമാതിരി ചർച്ചുകൾ. കിഷൻ സിംഗ് സാറാണ് ആയിരുന്ന പാസ്റ്റർ. അദ്ദേഹം മരണമടയായിട്ട് വന്നു. പഞ്ചാബിലെ കിഷൻ സിംഗ് പാസ്റ്റർ, അദ്ദേഹം മരണമടയായിരുന്നു. അപ്പൊ അവരുടെ ഒത്തിരി ചർച്ചകളുണ്ട്. അപ്പോൾ ബ്രദറൻ ചർച്ചുകളിൽ പോകുമായിരുന്നു. തെലുങ്ക് എനിക്ക് അറിയില്ലായിരുന്നു, എങ്കിൽ തന്നെയും അവർ തെലുങ്കിൽ പറയുമ്പോൾ ഒരു ആത്മാവിന് ഒരു ആശ്വാസം. അപ്പൊ ഞാൻ മദ്യം കഴിക്കുക പുകവലിക്കുക എന്ന് കണ്ടപ്പോൾ അവിടെ CSI ചർച്ച്, പട്ടാളത്തിന്റെ അകത്തുള്ള 3 ട്രെയിനിങ് ബറ്റാലിയന്റെ സെൻട്രൽ ചർച്ചിന്റെ എന്താ പറയുക കപ്പിയാരാക്കി, എന്നെ കൈക്കാരനാക്കി. അപ്പൊ ആ ചർച്ചൊക്കെ വൃത്തിയാക്കുക കാര്യങ്ങൾ ചെയ്യണം. ജോലിക്കാര് പണിക്കാർ വരുമ്പോൾ അവരോട് പണി ചെയ്യുമ്പോൾ എനിക്ക് ഡ്യൂട്ടി ഒന്നും വരില്ല. ഞാൻ ആ ചർച്ചിൽ തന്നെയാണ് കിടക്കുന്നത്. എപ്പോഴും ബൈബിൾ വായന, എപ്പോഴും ബൈബിൾ വായന. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ ധ്യാനകേന്ദ്രത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് എൻ്റെ അവസ്ഥ അവർ കണ്ടിട്ട്, തെലുങ്ക് അറിയാത്ത ഞാൻ തെലുങ്ക് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു എന്നെ പരിചയമുള്ള ഒരു അങ്കിളുടെ മകനെ കൊണ്ട് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ എനിക്ക് വേണ്ടി മാത്രം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ തൃശ്ശൂരിലേക്ക് കടന്നു വന്നു. തൃശ്ശൂരിലേക്ക് ആരും ചോദിക്കാതെ തൃശ്ശൂർ AG ചർച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ വെച്ച് സാക്ഷ്യം പറയുവാനിട വന്നു. അപ്പൊ സ്നാനപ്പെടേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിൽ പോലെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു സഹോദരിയുടെ സ്നാനം കണ്ടപ്പോൾ സ്നാനപ്പെടുവാൻ ഞാൻ തയ്യാറായപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചു അവർ വേഗം എന്നെ സ്നാനപ്പെടുത്തുന്നു വിചാരിച്ചു. എന്നാൽ അവർ 1 മാസക്കാലത്തോളം എന്നെ ചെക്ക് ചെയ്യുവാൻ ഇടവന്നു. അതിനുശേഷം അവിടെ 1994 നവംബർ 13-ാം തീയതി പിതാവിന്റെയും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴങ്കൽ സ്നാനം എടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. അതിന് മധ്യം ഞങ്ങൾ പരസ്യവും കാര്യങ്ങളൊക്കെ ചർച്ചിന് വക ചെയ്യുന്ന സമയത്ത് ഒരു പട്ടി, കറുത്തൊരു പട്ടി ചങ്ങലക്കിട്ട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോ വീടുകൾ കയറി ഇറങ്ങി ട്രാക്ടർ പോകുന്ന സമയത്ത് ആ കറുത്ത പട്ടി ചങ്ങല പൊട്ടിച്ച് ഈ എളിയവനെ കടിക്കുവാൻ ഇടവന്നു. അപ്പോൾ പാസ്റ്ററിനും അവിടെയുള്ള സഹോദരങ്ങൾക്കൊക്കെ വളരെ വിഷമമായി. അതിനേക്കാൾ ഉപരി
സ്നാനപ്പെട്ടിട്ടില്ല. വിശ്വാസത്തിൽ കടന്നു വരുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് വളരെ വിഷമമായി. എന്നാൽ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിലേക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് തിരൂരിനടുത്ത് മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ എല്ലാവർക്കും ഞാൻ ബസ്സിൽ ട്രാക്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം മെഡിക്കൽ കോളേജിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. വിജയകുമാർ എന്നാണ് പേര്. ഞാൻ ഇന്നും ഓർക്കുന്നു. 1994 ഉണ്ടായ കാര്യമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യക്ക് പോവാൻ ചിന്തിച്ചിരുന്ന വ്യക്തിയാണ്. എനിക്ക് നിങ്ങളുടെ സഹോദരന്റെ ബ്രദറിന്റെ ആ ട്രാക്ട് എന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സ്വർഗം എനിക്ക് വഴിയൊരുക്കി. പക്ഷെ എനിക്ക് എവിടെ പോകണമെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ ചർച്ചിലേക്ക് പോയി തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ള ഞാൻ അവരെ ചർച്ചിലേക്ക് കൊണ്ടുവന്നല്ല, ആ ചർച്ചുകാരെ എന്നെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊന്നും എനിക്ക് അറിയാത്ത നിലയില് ഞാനൊരു തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോട്ടം മുരിങ്ങ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ഒരാഴ്ചത്തെ നിങ്ങൾ ധ്യാനം കൂടുക എന്ന് പറഞ്ഞ് ആ സഹോദരനെ വിടുവാൻ ഇടവന്നു. എന്തിനു പറയുന്നു? സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ 94 നവംബറിൽ ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പേ വീടിനടുത്ത് തന്നെ സാക്ഷ്യം വെക്കേണ്ടതിന്റെ പേരില് എന്റെ ഭവനത്തിന് മുമ്പിൽ ഞാനൊരു പരസ്യയോഗം വെക്കുവാൻ ഇടവന്നു. പരസ്യയോഗം പാർശ്വം എല്ലാവരും പരസ്യയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യേ എന്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. കുടുംബത്തിലെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. പിതാവ് 2013 മരിച്ചു. പിതാവ് 2 ജ്യേഷ്ഠന്മാര്, 2 ചേച്ചിമാരും, ഞാനാണ് ഇളയത് ഭവനത്തിനകത്ത്. ഞങ്ങള് പരസ്യയോഗം നടത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ മഴ കടന്നു വന്നു. എല്ലാവരും ഭവനത്തിലേക്ക് കയറി കൂടി സമയത്ത് കട്ടൻ ചായയും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിതാവ് മദ്യം കഴിച്ച് കടന്നു വന്ന് പെന്തക്കോസുകാരെയും എന്നെയും വളരെയധികം വഴക്കും പറയാനൊക്കെ ഇടവന്നു. ഇതൊക്കെ ആ ദേവദാസന് വളരെയധികം വിഷമമായി. കാരണം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പട്ടി കടിക്കുന്നു, ഭവനത്തിനകത്ത് എല്ലാവരും കാണൽ നിന്ദാപാത്രമാകുന്നു. എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോയപ്പോഴും സ്വർഗത്തിലെ ദൈവം അടിയനെ നിർത്തി. പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ തന്നെയും അതാണ് ഞാൻ 2 വരി പാടിയത്. നടത്തിയ വിധങ്ങളോർത്താൽ കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കുവാൻ സാധ്യമല്ല. ഏത് കൊച്ചുകുട്ടികൾ അതേ പാടിയാലും, ഏത് കൊച്ചുകുട്ടികൾ വചനം പറഞ്ഞാലും, ഏത് ആരാധനാലയത്തിൽ കടന്നു പോയാലും കണ്ണുനീരോടുകൂടെ പൊട്ടിക്കരഞ്ഞ് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവ് തരുന്ന ഓരോ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ മുഴങ്കൽ സ്നാനം എടുത്തു. അങ്ങനെ പട്ടാളത്തിലേക്ക് ഞാൻ തിരിച്ചു കടന്നുപോയി. അവിടെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പട്ടാളത്തിൽ അവിടെ പുതിയതായിട്ട് ഒരു സഹോദരൻ കടന്നു വന്നു. സച്ചി എന്ന് പറയുന്നതാണ് പേര്, ജേക്കബ് മാത്യു. ഇപ്പൊ അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹവും ഞാൻ വളരെ സുഹൃത്തുക്കളായി ഞങ്ങൾ അനേകം മീറ്റുകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ കടന്നു പോകാൻ ഇടവന്നു. അപ്പോൾ വളരെയധികം ദാഹമായിരുന്നു പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ, അന്യഭാഷ പ്രാപിക്കുവാൻ. അപ്പോൾ ഞാൻ ഈ സഹോദരൻ ആഴ്ചയിൽ 3 ദിവസം ഞങ്ങള് ഉപവാസം എടുക്കും. വെള്ളി, ശനി, ഞായർ പട്ടാളത്തില് ഉപവാസം എടുക്കാം, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എന്നാൽ തന്നെയും ഞങ്ങൾ അത് ആരെയും അറിയിക്കാതെ വെള്ളി, ശനി ഉപവാസം എടുത്ത് ഞായറാഴ്ച ആരാധന കഴിഞ്ഞു വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരിക്കൽ 1995 മാർച്ച് 4-ാം തീയതി ഞാൻ പട്ടാളത്തിൽ എൻ്റെ തോക്കിന് റിപ്പയറിംഗ് ചെയ്യുന്ന ബാരക്കിന് അകത്ത് ആർമർ ഷോപ്പ് എന്ന് പറയും, അവിടെ ഞാൻ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞങ്ങളുടെ ഇടത് ഭാഗത്താണ് മിലിറ്ററി ഡ്രസ്സിന്റെ ഇടത് ഭാഗത്താണ് ഐഡന്റിറ്റി കാർഡ് വെക്കുക. ഐഡന്റിറ്റി കാർഡിന്റെ ഉള്ളിൽ 1995 ഒരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ കീഴടയുവാൻ പറഞ്ഞു. ആ കലണ്ടറിന്റെ ഒരു സൈഡ് യേശു ക്രിസ്തുവിന്റെ മലയിലുള്ള പ്രാർത്ഥനയിലുള്ള ഒരു ഫോട്ടോയും മറു സൈഡിലാണ് 1995 കലണ്ടർ. എന്നോട് കലണ്ടർ കീഴടയാൻ പറഞ്ഞപ്പോൾ എന്നിലുള്ള പഴയ ആ വിഗ്രഹ ആരാധിയായ ആ ചാർലി പോൾ പറഞ്ഞു, കർത്താവേ, ഇത് യേശു കർത്താവിന്റെ ഫോട്ടോ അല്ലേ? ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും വെള്ളത്തിൽ നിന്നോ കൈവേലയായി ഒന്നിനെ ഉണ്ടാക്കുകയോ പ്രണമിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് സ്നാനപ്പെട്ടതെങ്കിലും അന്ന് അങ്ങനെ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് കീറുകളയുവാൻ പറഞ്ഞു. അത് കീറുകളഞ്ഞ് മുട്ടുമടക്കിയിരുന്നപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പട്ടാള ബാരക്കിൽ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ, അന്യഭാഷ അടയാളത്തോടു കൂടി പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കി. അത് അനേകർ, 100 കണക്കിന് ആളുകൾ, എണ്ണാൻ പറ്റാത്ത 100 കണക്കിന് ആളുകളിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ, അധികം വിദ്യാഭ്യാസമില്ലാത്ത വെറും 10-ാം ക്ലാസ്സിൽ 210 മാർക്കുകാരനായി എളിയവനെ സ്വർഗം ഇപ്പോഴും എടുത്തുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പട്ടാള പേരക്കിൽ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ഇടുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന കൂട്ടുകാരെ, സഹകാരികളെ എനിക്ക് ലഭിക്കുവാൻ ഇടവന്നു. ആ ജബൽപൂരിന്റെ പ്രദേശത്ത്
അനേക ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാനും, ഒരു ദിവസം 2 ദിവസത്തെ അവധി എടുക്കുമ്പോൾ ഹോളിഡേ ദിവസങ്ങൾ നോക്കി ഞങ്ങൾ അവധിയെടുക്കും. 2-3 ദിവസമൊക്കെ ഞങ്ങൾ തന്നെത്താനിരുന്ന് സുഹൃത്തുക്കളുടെ ഭവനങ്ങളിൽ പോയി ഉപവാസം പ്രാർത്ഥനയിലൊക്കെ ഇരുന്ന് സ്വർഗം വഴി തുറക്കുവാനിട വന്നു. അതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ കാലഘട്ടങ്ങളിൽ തന്നെ ഒത്തിരി ഹിന്ദിക്കാരുമായും പരിചയപ്പെടുവാനൊക്കെ, ഹിന്ദി ചർച്ചകളിൽ പോകാനും, അവരെല്ലാം പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനും, അന്യഭാഷ അടയാളത്തോടു കൂടി ആരാധിക്കുന്നത് കാണുവാനും ഒക്കെ സ്വർഗം വഴിയൊരുക്കുന്നതായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ 1995 ആണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചത്. 95 അവസാന കാലഘട്ട 96 കാലഘട്ടമായപ്പോൾ വിവാഹപ്രായമായി. അപ്പോൾ വിവാഹത്തിന് വേണ്ടി ഒക്ടോബർ 21, 22, 23 3 ദിവസങ്ങൾ ഉപവാസത്തോടു കൂടി ആയിരിക്കുവാൻ ഇടവന്നു. അങ്ങനെ 1997 ഏപ്രിൽ മാസം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വിശ്വാസത്തോടുകൂടി മിസ്റ്റർ ചാർലി പോൾ, മിസ്സിസ് ചാർലി പോൾ എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞാൻ പോകുന്ന പെൺകുട്ടിയെ കണ്ടിട്ടില്ല. വിശ്വാസത്താൽ 1 മാസം മുമ്പ് റിസർവേഷൻ ചെയ്യുവാൻ ഇടവന്നു. 1997 ഏപ്രിൽ 28-ാം തീയതി റിസർവേഷൻ ചെയ്തു. അന്ന് 1 മാസമായിരുന്നു, പണ്ട് 2 മാസം ഉണ്ടായിരുന്നു, പിന്നെ 1 മാസമായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. 1 മാസം മുമ്പ് റിസർവേഷൻ ചെയ്യാൻ പറ്റും. 1997 മെയ് 28-ാം തീയതി തിരിച്ചു പോകാൻ വേണ്ടി മിസ്റ്റർ ചാർലി പോൾ, മിസ്സിസ് ചാർലി പോൾ എന്ന് പറഞ്ഞ് റിസർവേഷൻ ചെയ്യുവാൻ ഇടവന്നു. മെയ് 8-ാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരൻ, തൃശ്ശൂരിലുള്ള കൂട്ടുകാരൻ, ഞാനുമായി ഈ കോലഞ്ചേരിന്റെ പ്രദേശത്ത് ഒരു ബേക്കറി ഉദ്ഘാടനത്തിന് വേണ്ടി കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനായ ഒരു സഹോദരന്റെ പറഞ്ഞ് ഈ ഭവനത്തിൽ, ഞാൻ വിവാഹം കഴിച്ച ഭവനത്തിൽ ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞതുപോലെയുള്ള ഭവനത്തിൽ കടന്നു വരുവാനും 1997 മെയ് 8-ാം തീയതി അന്ന് ഈ എൻ്റെ ഭാര്യ സഹോദരി സ്നാനപ്പെട്ട ദിവസമായിരുന്നു. ആ സ്നാനപ്പെട്ട ദിവസം വർഷങ്ങൾ 94 മെയ് 8-ാം തീയതിയായിരുന്നു ഭാര്യ സഹോദരി സ്നാനപ്പെട്ടത്. അന്ന് 97-ന് ഈ എളിയവൻ കടന്നു വന്ന് ഭാര്യ സഹോദരി കാണുവാനിട വന്നു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു തീരുമാനങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ ദൈവാത്മാവ് ശക്തിയുക്തമായി പറഞ്ഞ കാര്യയോജനകൾ ഓർമ്മപ്പെടുത്തുകയും ഫോൺ വിളിച്ച് വിവരം പറഞ്ഞു. അവർ മെയ് 10-ാം തീയതി 1997 മെയ് 10-ാം തീയതി എളിയന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ 11-ാം തീയതി അവരുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. മെയ് 15-ാം തീയതി വിവാഹം ഉറപ്പിച്ചു. മെയ് 21-ാം തീയതി വിവാഹം കഴിഞ്ഞു. മുൻകൂട്ടി റിസർവേഷൻ ചെയ്തതുപോലെ തന്നെ 1997 മെയ് 28-ാം തീയതി ജബൽപൂരിന്റെ പ്രദേശത്തിലേക്ക് കടന്നുപോയി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ, ഏത് വിഷയത്തിന്മേൽ നിനക്ക് ഒരു ബോധ്യം തരുന്നതോ പരിശുദ്ധാത്മാവ്, അത് നിവൃത്തിയാക്കാൻ കർത്താവ് മതിയായവനാണ്. ഞാൻ പേര് പറയുന്നില്ല. എന്നാൽ ഉദയ്പൂരിന്റെ പ്രദേശത്ത്, രാജസ്ഥാനിലെ ഉദയ്പൂരിന്റെ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ദേവദാസൻ അന്ന് തൃശ്ശൂരിൽ കടന്നു വന്നു. അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. പേര് പറയുന്നത് അത്രയും ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം ഇന്ന് എന്റെ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഇന്നും ഒരു സുവിശേഷകൻ, മറ്റുള്ളവരൊക്കെ എന്റെ കൂടെയുള്ളവരും വലിയവരൊക്കെ ഹൈ ലെവലുള്ള ആൾക്കാർ കാണുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ചിലപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിന്റെ പേര് പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചാർലി എന്തൊരു വിശേഷം, സുഖമായിരിക്കുന്നു? അസുഖം. റിസർവേഷൻ ചെയ്തുല്ലേ? റിസർവേഷൻ ചെയ്തു. 2 പേർക്ക് റിസർവേഷൻ ചെയ്തു. ചെയ്തു. എന്നാൽ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമെന്ന് ആ വലിയ ദേവദാസൻ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ച് താടി വെച്ച് 6-6.5 അടി ഹൈറ്റുള്ള വ്യക്തിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ചാർലി പോൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് റിസർവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരുമായിട്ട് തന്നെ പോകും എന്ന് പറയുവാനിട വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 20-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവൃത്തിയാക്കുമെന്ന്. ഒരു രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ സ്വർഗം ദൈവം വഴിയൊരുക്കി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1993 മാർച്ച് 2-ാം തീയതിയാണ് എൻ്റെ ഭാര്യ സഹോദരി 1968 മാർച്ച് 2-ാം തീയതിയാണ് എൻ്റെ ഭാര്യ സഹോദരിയുടെ ജനനം. എൻ്റെ ജനനം 1968 മാർച്ച് 3-ാം തീയതിയാണ്. 1994 എൻ്റെ ഭാര്യ സഹോദരി 1993 ഡിസംബർ 31-ാം തീയതി എൻ്റെ ഭാര്യ സഹോദരി രക്ഷിക്കപ്പെട്ടു. ഞാൻ 1993 മാർച്ച് 3-ാം തീയതി പോട്ടം മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് രക്ഷിതാവായി സ്വീകരിച്ചു. 94 മെയ് 8-ാം തീയതി എൻ്റെ ഭാര്യ സഹോദരി സ്നാനപ്പെട്ടു. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ, ഇവരൊന്നും അറിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നാൽ തന്നെ ദൈവത്തിന്റെ ഓരോ ഡേറ്റ് കാര്യങ്ങളുടെ കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 94 മെയ് 8-ാം തീയതി എൻ്റെ ഭാര്യ സഹോദരി എറണാകുളം ഡിസ്ട്രിക്ട് വാളകം സെൻട്രലിൽ സ്നാനപ്പെട്ടു. ഈ എളിയവൻ 1994 നവംബർ 13-ാം തീയതി തൃശ്ശൂർ ഏജ് ചർച്ചിൽ വെച്ച് സ്നാനപ്പെടുവാനായിട്ട് വന്നു. 95-ൽ ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു പട്ടാള ബാരിക്കിൽ വെച്ച്. എൻ്റെ ഭാര്യ സഹോദരി ഒരു ദിവസത്തേക്ക് വേണ്ടി 1995 ജനുവരി 26-ാം തീയതി പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. 96-ൽ ഞാൻ ഒക്ടോബർ മാസം ഞാൻ വിവാഹത്തിന് വേണ്ടി
ഉപവസിച്ച അതേ ദിവസങ്ങളിൽ തന്നെയാണ് എന്റെ ഭാര്യ സഹോദരി അവരുടെ ചാച്ചന്റെ വീട്ടിൽ ഉപവസിച്ചത്. അന്ന് എന്നെ ദർശനം കാണിക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. അതിനുശേഷം ഭാര്യ സഹോദരിക്ക് ഒരു ദർശനം കൂടി കൊടുത്തു. അവർ പ്രദേശത്ത് ട്രെയിനും കാര്യങ്ങളൊന്നും എന്റെ ഭാര്യ സഹോദരി കണ്ടിട്ടില്ല. ഞാനും ഭാര്യ സഹോദരി കൂടി ട്രെയിനിൽ 1-2 പേര് യാത്ര ചെയ്യുന്നു. ട്രെയിനിൽ കയറി പോകുന്നത് സ്വപ്നം കാണുവാൻ, ദർശനം കാണുവാൻ ഇട വന്നു. അത് അങ്ങനെ തന്നെ 1996-97 തൃശ്ശൂർ ജില്ലയിൽ ഞാനും എന്റെ ഭാര്യ സഹോദരിയും എന്റെ പാസ്റ്ററും എന്റെ ഒരു സുഹൃത്തുമായി ഞാൻ ട്രെയിൻ കയറുന്നത് അത് അങ്ങനെ തന്നെ നിവൃത്തിയാക്കുവാനോട് വന്നു. കർത്താവ് നിനക്ക് ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിനക്ക് ഒരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാക്കുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. അതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം വഴി നടത്തു. എന്തിനു പറയുന്നു, കഴിഞ്ഞ 13-ാം തീയതി ഞാൻ ഒത്തിരി ഭാരപ്പെട്ട വിഷയമായിരുന്നു. എന്റെ മകൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. 12-ാം തീയതി ഞാൻ ആരാധനാലയത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു, കർത്താവേ, അനേകർ ഫോൺ വിളിക്കുമ്പോൾ അനേകർ പരിശുദ്ധാത്മ പ്രാപിക്കുന്നു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രാപിക്കുന്നു. എന്റെ മകൻ എന്ന് പരിശുദ്ധാത്മ പ്രാപിക്കുമെന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ ഇടവന്നു. എന്റെ മകൻ BCom കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. 13-ാം തീയതി ഈ എളിയവനും എന്റെ ഭാര്യ സഹോദരിയും ഞാനും മകനും കൂടി 3 പേര് ഇരിക്കുന്ന സമയത്ത് മകൻ അന്യഭാഷ അടയാളത്തോടു കൂടി 13-ാം തീയതി പരിശുദ്ധാത്മ പ്രാപിച്ചു. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനിയനായ ദൈവം. ഇന്നലെ ഞാൻ വചനം സംസാരിച്ച ഒരു വചനം ഉണ്ടായിരുന്നു, എന്നെ ശക്തനാക്കുന്ന മാതരം സകലത്തിനും മതിയായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെ 97 മെയ് 28-ാം തീയതി ഞങ്ങൾ ജബൽപൂർ, മെയ് 26-ാം തീയതി പുറപ്പെട്ടു. മെയ് 28-ാം തീയതി ജബൽപൂരിന്റെ പ്രദേശത്ത് കടന്നു വന്നു. അന്ന് എന്റെ കൂട്ടുകാരൻ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ സജി എന്ന് പറയുന്ന കൂട്ടുകാരൻ, അദ്ദേഹം 2 മാസത്തെ അവധിക്കായിരുന്നു. അദ്ദേഹത്തിന് താക്കോല്, വീടിന്റെ ക്വാർട്ടറിന്റെ താക്കോല് എന്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഭാര്യ സഹോദരിയും അവിടെ 2 മാസം താമസിക്കാനിട വന്നു. അത് 28-ാം തീയതി എത്തി. 29-ാം തീയതി എന്റെ ഭാര്യ സഹോദരി നഷ്ടപ്പെട്ട അന്യഭാഷ പരിശുദ്ധാത്മാവോടുകൂടി അന്യഭാഷയോടുകൂടി ആരാധിക്കാൻ തുടങ്ങി. 30-ാം തീയതി ദർശനങ്ങൾ കണ്ടു തുടങ്ങാനിട വന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ 1998 ജനുവരി ഫെബ്രുവരി മാസം എൻ്റെ ഭാര്യ സഹോദരിയെ ഞാൻ ഇവിടെ പ്രദേശത്ത് കൊണ്ടുവന്നാക്കി എനിക്ക് പോസ്റ്റിംഗ് പോകുന്ന സാഹചര്യം കടന്നു വരുവാൻ ഇടവന്നു. എനിക്ക് പോസ്റ്റിംഗ് വന്നതിന്റെ തലേ ദിവസം സ്വർഗത്തെ ദൈവം വലിയ ഒരു അത്ഭുതം ചെയ്തു. 1998 മെയ് 18-ാം തീയതിയാണ് ഞാൻ കടന്നു പോകുന്നത്. 17-ാം തീയതി ഹിന്ദിക്കാരുടെ ഇടയിൽ കടന്നുപോയി. അവിടെ 10-17ഓളം കൊച്ചു കുട്ടികളടക്കം 5 വയസ്സ് 6 വയസ്സ് വരെയുള്ള കൊച്ചു കുട്ടികളടക്കം 17 പേരും പരിശുദ്ധാത്മാവിൽ അന്യഭാഷ അടയാളത്തോടു കൂടി പരിശുദ്ധാത്മാവ് നിറയുവാൻ ഇടവന്നു. 98 പോകുന്ന അന്ന് മെയ് 18-ാം തീയതി കടന്നു പോവാണ്. അന്ന് ഒരു 5ഓളം സഹോദരങ്ങൾ, ചെറുപ്പക്കാരായ 5ഓളം സഹോദരങ്ങൾ, അവർ ആർമിയിലായിരുന്നു. ആ സഹോദരങ്ങൾ കടന്നു വന്നു. ഞങ്ങളൊരു ഭവനത്തിൽ കടന്നുപോയി. ഇപ്പോഴും ഓർക്കുന്നു, ഹിമാചൽ പ്രദേശിലുള്ള അനിൽകുമാർ തെക്ക് ഭാഗത്തുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഷാരോൺ ചർച്ചിലെ ഡൽഹിയിലെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു സഹോദരൻ. പിന്നെ അതുപോലെ ഇപ്പോൾ UK അടുത്തുള്ള സ്ഥലത്ത് ആളും ഭാര്യയുമായിട്ടായിരിക്കുന്ന ഒരു സഹോദരൻ. ഇങ്ങനെ 5-6 പേര് കടന്നു വന്നു. ആ സഹോദരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അതിശക്തമായി ദൈവാത്മാവ് അവരെ എടുത്ത് ഉപയോഗിക്കുവാൻ ഇടവന്നു. ഈ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചാൽ മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്തുവാൻ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ നമ്മിൽ നിന്ന് തന്നെ ഒഴുകുവാൻ മതിയായ ഒരു ജീവനുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. 32 വർഷം 30 വർഷത്തോളമൊക്കെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ നിന്നിരുന്നവർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നത് കണ്ണുകളെ കൊണ്ട് കാണുവാനിട വന്നു. 1995 ഫെബ്രുവരി 95-ലെ അവധിക്ക് വന്ന സമയം, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവധിക്ക് വന്ന സമയം, തൃശ്ശൂർ ഏജ് ചർച്ചിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ എളിയവൻ ആഗ്രഹിച്ചു. അപ്പോൾ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ കൂടി ഉപവാസം 21 ദിവസം വേണോ, 7 ദിവസം മതിയോ, 10 ദിവസം മതിയോ, 14 ദിവസം മതിയോ? ഞാൻ പറഞ്ഞു, ഞാൻ ദിവസമെല്ലാം തീരുമാനം എടുത്തത്. ഞാൻ ഈ ഉപവസിക്കുന്ന ഒരു സാഹചര്യം, കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവിടെ 21 ദിവസം ഉപവസിക്കാൻ ഇടവന്നു. ആ 21 ദിവസം ഉപവാസത്തിൽ വലിയ ദൈവകൃപ പ്രാപിക്കുവാൻ ഇടവന്നു. അതിനു മുമ്പ് ഞാനൊരു ദ്രവ്യാഗ്രഹിയായിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ സ്വന്തം പെങ്ങളുടെ വിവാഹം 1992 ഫെബ്രുവരി മാസം നടക്കുമ്പോൾ എന്റെ വീട്
എന്റെ പേരിലേക്ക് എഴുതി മേടിച്ചാണ് ഞാൻ പെങ്ങളുടെ വിവാഹം നടത്തി. 45,000 രൂപ കൊടുത്ത് അന്ന് 45,000 രൂപ കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു. ആ സമയത്ത് 5 സെന്റ് സ്ഥലം വീടും എന്റെ പേരിൽ എഴുതി വന്നു. ഞാൻ പറഞ്ഞു 2 ജ്യേഷ്ഠന്മാരോടും പെങ്ങന്മാരോടും എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കാശില്ല എന്ന് പറഞ്ഞു. അന്ന് ദ്രവ്യാകരുന്നത് ഞാൻ ആ സ്ഥലം മേടിക്കുവാനിട വന്നു. തിരിച്ച് ഒക്ടോബർ മാസം 93 ഞാൻ മാർച്ചിൽ യേശു രക്ഷിതാവായി സ്വീകരിച്ചു. 93 ഒക്ടോബർ മാസം 94 സ്നാനപ്പെട്ടത് 94 നവംബറിലാണ്. സ്നാനപ്പെടുന്നതിന് മുമ്പ് 1994 ഒക്ടോബർ മാസം ഈ വീടും സ്ഥലം തിരിച്ച് കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കി. അതിനുശേഷമാണ് സ്നാനപ്പെട്ടത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, കർത്താവിന്റെ സ്പർശനം ഉണ്ടായപ്പോൾ കർത്താവ് ഒന്നും പറഞ്ഞില്ല. സക്കാവേസ് എന്ന് പറയുന്ന സക്കായി പറഞ്ഞു, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ആരെങ്കിലും നിന്നും എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരികെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുള്ള വചനം അവിടെ നിവൃത്തിയാകുവാൻ വന്നു. 45,000 92 വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ആ നടത്തറ ഹൈവേ പ്രദേശത്ത് വെറും സെന്റിന് 3,000 രൂപയായിരുന്നു വില. എന്നാൽ 22,500 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു വന്നപ്പോൾ സെന്റിന് 30,000 രൂപ ആകുവാനിട വന്നു. കയ്യിലുണ്ടായിരുന്ന പൈസയും ദശാംശം എല്ലാം കഴിച്ചു കൊടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ തൃശ്ശൂർ പട്ടണത്തിൽ കാളത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 6 സെന്റ് സ്ഥലം മുഴുവൻ പൈസ കൊടുക്കാതെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സ്വർഗം വഴിയൊരുക്കി. ഈ 95-ലെ 23 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന്റെ ആ 2 ആഴ്ചയിൽ അവിടെ വീടിന്റെ ഫൗണ്ടേഷൻ തറ ഇട്ടതിന് ശേഷമാണ് ഞാൻ പോകുവാൻ ഇടവന്നത്. പറഞ്ഞു വന്നതിന് ചുരുക്കം, നീ ഏത് വിഷയത്തിന്മേൽ നിനക്ക് ധനനഷ്ടമോ സമ്പത്തിന്റെ നഷ്ടമോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യോവൽ പ്രവാചകൻ പറഞ്ഞതുപോലെ നിന്നെ നഷ്ടപ്പെട്ട സവത്സരങ്ങളെ തിരികെ തരുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സക്കായിസേ, നീ ആ കാര്യം പറഞ്ഞു. സക്കായി, നീ കാര്യം പറഞ്ഞു, എന്റെ സമ്പത്തിന്റെ പകുതി കൊടുക്കുന്നു, ഞാൻ ആരെങ്കിലും നിന്നും അത് എന്തെങ്കിലും പറ്റിച്ചെടുത്തില്ലെങ്കിൽ 4 ഭാഗമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നോ, യേശു കർത്താവ് അന്ന് ആ ഭവനത്തിൽ അന്തിറങ്ങി. അന്ന് യേശു കർത്താവ് പറയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈ വന്നിരിക്കുന്നു. സർക്കാർ ജോലിയായ അതേ ടാക്സ് കളക്ടറായിരുന്ന സക്കായിസിനെ സർക്കാർ ജോലി കിട്ടിയപ്പോഴല്ല രക്ഷ വന്നത്. യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈ വന്നിരിക്കുന്നു എന്ന്. നീയും അബ്രാഹാമിന്റെ മകൻ എന്ന് പറയുവാനിട വന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ, കർത്താവിൽ നാം വിശ്വസ്തരായിരുന്നാൽ നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്നലെയും ഇന്നും എന്നേക്കും മലിനായ ജീവനുള്ള ദൈവം യേശു കർത്താവ് ആകിയാൽ നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജബൽപൂരിന്റെ പ്രദേശത്ത് പറയാതിരിക്കാൻ തരമില്ല. അവിടെ വലിയ സീതാപ്പാട് എന്ന് പറയുന്ന ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ കൂടെ സൈക്കിൾ ചവിട്ടി കയറാൻ പറ്റില്ല. പക്ഷെ ഞാൻ സൈക്കിൾ ചവിട്ടും. കാരണം മലയുടെ അറ്റം വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ നടന്നു പോകുന്നുണ്ടാവും. ആ നടന്നു പോകുന്നവരോട് സുവിശേഷം പറയാൻ വേണ്ടി, ആ മല 1.5-2 കിലോമീറ്ററുള്ള മലയാണ്. നടന്നു പോകുന്ന സമയത്ത് അവരോട് സുവിശേഷം പറയും. പലരുടെയും ഏലസ് ഹിന്ദിൽ വേണേ സ്ഥാപിച്ച്, ഇത് ചിലപ്പോൾ വെട്ടി കളയാനൊക്കെ കത്രിക ഒന്നും കയ്യിൽ ബ്ലേഡൊന്നും ഉണ്ടാവില്ല. പല്ലുകളെ കൊണ്ട് കത്രിക പോലെ കടിച്ച് ആ ഏലസ് കളഞ്ഞ എത്ര ചരിത്രങ്ങൾ പറയുവാനുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമം. ക്യാൻസർ ആവട്ടെ, അത് ഏലസ് ആവട്ടെ, കൊറോണ ആവട്ടെ, ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിലെ നിന്റെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അനേകരോട് ജാതി മതഭേദമില്ലായനെ സുവിശേഷം പറയുവാനിട വന്നു. ആ കാലഘട്ടം എന്ന് പറയുന്ന ഒരു വേട്ട നായയെ പോലെ പരക്കം പായുന്ന അവസ്ഥയായിരുന്നു. 97-ൽ വിവാഹത്തിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന സന്ദർഭം. ഒരിക്കൽ പുത്തൂരിന്റെ പ്രദേശത്ത് എന്റെ സഹോദരിയുടെ ഭവനത്തിൽ ഞാൻ കടന്നു പോവുക. ബസ്സിലേക്ക് നോക്കുന്ന സമയത്ത് ബസ്സിലെ ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കുക. നോക്കിയപ്പോഴാണ് അറിയുന്നത് എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. എങ്കിലും 10-40 പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 1-2 പാട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതിന് സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. പാട്ട് പാടാൻ അറിയാത്ത ഞാൻ ഒരു പാട്ട് പാടുകയാണ്. അഴലേറും ജീവിതം അരുവിൽ എന്ന് പറഞ്ഞ പാട്ട് പാടുകയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു സുബോധം വന്നത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പട്ടാളക്കാരനാണ്, എന്റെ പേര് ചാർലി പോൾ എന്നാണ്. യേശു കർത്താവ് എന്നെ വിടിവിച്ചു, യേശു ഇന്ന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ സാക്ഷ്യം പറയുവാനുള്ളൂ. ശബ്ദമായ ശബ്ദം, ഭയങ്കര ശബ്ദമായിരുന്നു. ഇപ്പോഴൊക്കെ അല്പം ശബ്ദമൊക്കെ കുറഞ്ഞു പോയെന്ന്
സംശയമുണ്ടെങ്കിൽ തന്നെയും ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ 2-3 സഹോദരന്മാർ പറഞ്ഞു, ബസ്സിലാണോ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ജപമാലയൊക്കെ ആയിട്ട് കണ്ടക്ടർ, ഒരു ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു, ബ്രദറെ ധൈര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒപ്പം ഉണ്ടെന്ന് പറയുവാനിട്ട് വന്നു. യേശുവിനെ ബസ്സിലാവട്ടെ, ട്രെയിനിലാവട്ടെ, നാൽക്കവലകളിലാവട്ടെ സുവിശേഷം പറയുവാൻ ഒരു മടിയുമില്ലാതെ സുവിശേഷം പറയുവാൻ തരുന്ന സാഹചര്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ പരസ്യയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. കുറച്ച് നാളുകളായിട്ട് പരസ്യയോഗങ്ങൾ നടത്താൻ സാധിക്കാറില്ല. എന്നാൽ എല്ലാം ഹോസ്പിറ്റലുകളും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന പല ഹോസ്പിറ്റലുകളിലൊക്കെ പലപ്പോഴും പോയിട്ട് സുവിശേഷം പറയുവാനൊക്കെ ദൈവം വഴി ഒരുക്കാറുണ്ട്. ഇപ്പൊ കൊറോണ വന്നതിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ പോകാറുള്ളൂ. എന്നാൽ പെർമിഷൻ ഒക്കെ എടുക്കണമെന്ന് പറയുമ്പോൾ ഇരുന്ന സാഹചര്യങ്ങളാണെങ്കിലും എല്ലാം ആഴ്ചയിലും പോയി, ഒറ്റയ്ക്കാണെങ്കിലും എല്ലാ ആഴ്ചയിലും പോയി മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രാക്ട് കൊടുക്കാനൊക്കെ സ്വർഗം വഴിയൊരുക്കാറുണ്ട്. മറ്റു ഹോസ്പിറ്റലുകളൊക്കെ ഇതര ഹോസ്പിറ്റലുകളൊക്കെ മെഡിക്കൽ കോളേജ്, മിഷൻ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ, അവിടെയൊക്കെ സ്ഥിരം പോയിരുന്നതാണ്. എന്നാൽ കൊറോണ കാരണം അങ്ങനെ പോകാൻ പറ്റാറില്ല. അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ഡിസംബർ മാസം ആവുന്ന സമയത്ത് പുതിയ നിയമവും അതുപോലെ തന്നെ ട്രാക്റ്റുകളെല്ലാം എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യാറുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ പറയട്ടെ, 98 മാർച്ച് മാസം ഈ ഭാര്യ സഹോദരിയെ അവരുടെ ഭവനത്തിൽ, എറണാകുളത്ത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ കോളേജിൽ ഭവനത്തിലാക്കി ഞാൻ തിരിച്ചുപോയി. മെയ് 18-ാം തീയതി കടന്നുപോയി. അത് പോയതിനു ശേഷം വീണ്ടും ഈ ഹിന്ദിക്കാർ ചർച്ചുകാര് ഈ മെയ് 17-18 ദിവസങ്ങളിൽ മീറ്റിംഗ് ഇത് കൊണ്ടുപോയ ഹിന്ദിക്കാർ ചർച്ചുകാര് കുറെ നാളുകളായി അവധിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പട്ടാളത്തിൽ അവധി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ 1999 ജനുവരി മാസം ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ ആ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഗ്ലാഡിസ് ഭർത്താവായിരുന്ന ദേവദാസൻ ഒഡീസയിൽ മിഷണറി ശ്യാം ഗ്രേവിസും എന്ന ദേവദാസനും മക്കളും തിമോത്തിയും മകനും 2 മക്കളും ശ്യാം ഗ്രേസ് എന്ന് പറയുന്ന ദേവദാസൻ കത്തി ചാമ്പലാക്കിയ ആ സമയത്താണ് ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ആ ട്രെയിൻ യാത്രയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അവധി യാതൊരു രീതിയിൽ ലഭിക്കില്ല. പട്ടാളത്തിന്റെ ഒരു നിയമമാണ്, ജനുവരി 26-ാം തീയതി ഒരാഴ്ച മുമ്പും ഒരാഴ്ചക്ക് ശേഷവും, അതുപോലെ ആഗസ്റ്റ് 15-ാം തീയതിക്ക് ഒരാഴ്ച മുമ്പ് ഒരാഴ്ചക്ക് ശേഷവും അവധി കൊടുക്കില്ല എന്ന് പട്ടാളക്കാർ നിർബന്ധമാണ്. കാരണം എങ്കിൽ കൊക്കറചാട്ട് എന്ന് പറയുന്ന സ്ഥലത്തോട് പോകുമ്പോൾ, ഗോഘാട്ടിയോട് പോകുമ്പോൾ ഉൾഫ ഉഗ്രവാദികളും ബോഡോ ഉഗ്രവാദികളും ഈ പട്ടാളത്തിൽ യാത്ര ചെയ്യുമെന്ന് കരുതി ട്രെയിനിൽ വെടിവെപ്പ് നടത്താറുണ്ട്. പട്ടാളക്കാരുടെ കാഷ്വാലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി യാത്ര ചെയ്യില്ല അതിരിക്കുന്ന സാഹചര്യമായിരുന്നു. അവധിക്ക് പോകുവാൻ ചോദിച്ചപ്പോൾ അവധി ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, അവിടുന്ന് 30-34 കിലോമീറ്റർ ദൂരമാണ് തേജ്പൂർ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം തേജ്പൂർ. ആ കമ്പി വേലിയുടെ ഇടയിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ ആരാധനയ്ക്ക് പോകാൻ സാഹചര്യമില്ല. എന്നാൽ എൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നത് സിഖ് പട്ടാളത്തിലാണ്, 11 സിഖ് റെജിമെന്റ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 2 സീനിയർമാരാണ്. ഒന്ന് അലി ഇമാം അൻസാരി, രണ്ടാമത് മൂത്ത സീനിയർ BN ശർമ്മ, ഹവൽദാർ BN ശർമ്മ, നായിക് അലി ഇമാം അൻസാരി, രണ്ടാമത് ഞാൻ ചാർലി പോൾ. ഞങ്ങളായിരിക്കുന്നത് ഒരു സിഖ് റെജിമെന്റിനകത്താണ്. ഒരു രീതിയിലും കടന്നു പോകാൻ സാധ്യമല്ല. എന്നാൽ ഏത് രോഗികളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ അലി ഇമാം അൻസാരി എന്നെ കൊണ്ടുപോയി സർദാർജിമാരുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കും, അവർക്ക് ദൈവിക വിടുതൽ കാണും. അങ്ങനെ ഒരു പ്രാവശ്യം BN ശർമ്മ എന്ന് പറയുന്ന ആൾക്ക് ഒരു അസ്വസ്ഥത വന്നു. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അദ്ദേഹം തെറിച്ചു വീണു. അദ്ദേഹത്തിന് അകത്തുണ്ടായിരുന്ന അശുദ്ധാത്മാവ് കടന്നു പോകാൻ ഇടവന്നു. അതിനുശേഷം എല്ലാം ഞായറാഴ്ച 7 മണിക്ക് എളിയവൻ കടന്നു പോകും തേജ്പൂരിലേക്ക്. സിവിൽ ഡ്രസ്സ്, പട്ടാളത്തിന്റെ ഡ്രസ്സിൽ ഞാൻ പോയി വേറൊരു വർക്ക്ഷോപ്പിൽ ഈ ഡ്രസ്സ് ഊരി വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴുള്ള ഇതുപോലത്തെ സിവിൽ ഡ്രസ്സ് ഇട്ട് ആ ഡ്രസ്സ് ഇട്ടതിന് ശേഷമാണ് ബസ്സിൽ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ 4 മണിയാവും. 7 മണി തൊട്ട് 4 മണി വരെ അത്ഭുതകരമായി ദൈവം കാത്തു പരിപാലിച്ചു, ഒരു ആപത്തും അനർത്ഥവും ഉണ്ടാകാതെ. എന്ന് വേണം ഈ 99 ജനുവരി മാസം അവധിക്ക് ലഭിക്കാതിരിക്കുന്ന സന്ദർഭം എന്നോട് ദൈവത്തിനാകുമ്പോൾ ശക്തമായി പറഞ്ഞു, നീ അവധിക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വസ്ത്രങ്ങളെല്ലാം തയ്യാറാക്കി. ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് അവധി ലഭിക്കുകയുള്ളൂ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഫാഷനായി ഉപയോഗിക്കുന്ന പട്ടാളക്കാരുടെ വസ്ത്രം, ജംഗിൾ ഡ്രസ് ആണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ വസ്ത്രത്തെ വടിവൊത്ത് തേച്ച് വൃത്തിയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹവൽദാർ BN ശർമ്മ, ബൈദ്യനാഥ് ശർമ്മ, ബീഹാർകാരനാണ്, പാട്നക്കാരനാണ്. അദ്ദേഹം കണ്ണുനീരൊഴുക്കി, നീ എന്താണ് ചാളി കാണിക്കുന്നത്? ഞാൻ പറയും, സാറേ എനിക്ക് നാളെ അവധിക്ക് പോകണം.
നിങ്ങൾക്ക് അവധി കിട്ടില്ല. കാരണം അവിടെ ഗുജാർ സിംഗ് എന്ന് പറയുന്ന ഒരു RPNC ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം പെങ്ങൾക്ക് വേണ്ടി അവധിക്ക് ചോദിച്ചപ്പോൾ അവധി കൊടുത്തില്ല. എന്റെ റീസൺ എഴുതിയത് അറ്റൻഡ് ടു മീറ്റിംഗ് എന്നാണ്. അപ്പൊ നീ ഒരു മീറ്റിങ്ങിന് പോണേന് നിനക്ക് അവധി എങ്ങനെ കിട്ടും? സ്വന്തം സിസ്റ്റർ മാരേജിന് അവധി ലഭിക്കാത്ത സ്ഥാനത്ത് നിനക്ക് എങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊന്നും അറിയില്ല, ഞാൻ നാളെ അവധിക്ക് പോകും. ഇദ്ദേഹം പേടിച്ചു. ഞാൻ അങ്ങനെ പോയി ഭ്രാന്ത് പിടിച്ചപ്പോ പോയാൽ എന്റെ ആളുടെ ജോലിക്ക് പ്രയാസം വരില്ല, പണിഷ്മെന്റ് കിട്ടില്ല എന്നുള്ള ഭയം കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം. എന്തിനു പറയുന്നു ദൈവമക്കളെ, കർത്താവ് വിശ്വസ്തൻ. നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് വെളിപ്പാട് ദർശനങ്ങളായിട്ടല്ല, ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വെളിപ്പാട് ദർശനങ്ങളായിട്ടല്ല പല കാര്യങ്ങളായിട്ട് പറഞ്ഞത്. ചില കാര്യങ്ങൾ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം പോലെ ഒരു പ്രഷർ വരും, ആ കാര്യം ചെയ്തിരിക്കും, ആ കാര്യം സക്സസ് ആക്കിയിരിക്കും. അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ. വെളിപ്പാട് കണ്ട് ചിലർ ദർശനം കണ്ടെന്ന് പറയുന്നതിനും ഞാൻ എതിരല്ല. എന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ. ഞാൻ ദർശനം കണ്ടതല്ല, എന്നാൽ വളരെ ശക്തമായ ദൈവാത്മാവിന് പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിന് കടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹം പരക്കം പാഞ്ഞ് ആദ്യം ക്വാർട്ടർ മാസ്റ്ററിന്റെ ഓഫീസറിന്റെ ഒപ്പിടണം, അതിനുശേഷമാണ് 2IC എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡറിന്റെ ഒപ്പിടണം, അതിനുശേഷമാണ് കമാൻഡിങ്ങിന്റെ ഓഫീസർ ഒപ്പിടുന്നത്. ആ കമാൻഡിങ്ങിന്റെ ഇന്റർവ്യൂവിന് ഞാൻ വടികൊത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ വൈദ്യനാഥ് ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റനന്റ് ക്വാർട്ടർ മാസ്റ്ററിന്റെ ഒപ്പും 2IC ലെഫ്റ്റനന്റ് കർണലിന്റെ ഒപ്പും മേടിച്ച് അവിടെ വന്നു. ഇദ്ദേഹം അറ്റൻഡ് ടു മീറ്റിംഗ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ പോസ്റ്റിംഗ് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. ജബൽപൂർ റിക്കാർഡുകളൊക്കെയുള്ള സ്ഥലമാണ്, സിഗ്നലിന്റെ റിക്കാർഡാണ്, EMI-കാരുടെ റിക്കാർഡ്, EMI-കാരുടെ റിക്കാർഡ് സെക്കൻഡർമാരാണ്. ഇദ്ദേഹം വിചാരിച്ചു ഞാൻ പോസ്റ്റിംഗ് ശരിയാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് എന്റെ ചെസ്റ്റില് ഒരു ഇടി ഇടിച്ച് വെരി ഗുഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുവാനിട വന്നു. ഞാൻ അവധിക്ക് പോയി. അവൾ വിശ്വാസത്താൽ ഞാൻ MCOയിലുള്ള മിലിറ്ററിക്കാർക്ക് വേണ്ടി ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാവുന്ന ഒരു MCO എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടുത്തെ ഒരു സാറിനായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ റിസർവേഷൻ മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. റെങ്കിയ ടു അലഹബാദ് ടു ജബൽപൂര് റിസർവേഷനോട് കൂടെ കടന്നു ചെന്നു. 1999 ജനുവരി മാസം 22 23 തീയതി എന്ന് പറയുന്ന ആ സമയത്താണ് ഗ്രഹാം ഷെയ്ൻ സാർ മരിച്ചതായിട്ട് അറിയുവാനിടുന്നത്. വളരെ ദുഃഖകരം എന്ന് പറയട്ടെ. അന്ന് 8ഓളം മീറ്റിംഗ്, 10 ദിവസത്തെ അവധിക്കാണ് ഞാൻ പോയത്. 8ഓളം മീറ്റിംഗ് നടക്കുവാനായിട്ട് വന്നു. ഞാൻ തൃശ്ശൂരിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നാൾ ഫുട്പാത്തിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്റെ ഭാഷകളും ഞാൻ ഏതെങ്കിലും രീതിയിൽ ആത്മീയ നിലവാരത്തിനേക്കാൾ കുറച്ചും കൂടി ബലഹീനമായ വാക്കുകൾ വരാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കരുത്, ഇവൻ വലിയ അഹങ്കാരിയാണ്, നെഗളിയാണെന്നും തെറ്റിദ്ധരിക്കരുത്. 31 വർഷമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. തൃശ്ശൂർ ഭാഷയിൽ തന്നെ ആയതിന്റെ പേരിൽ തൃശ്ശൂർ ഫുട്പാത്തിലൊക്കെ വളർന്ന് ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതിന്റെ പേരിൽ, വിദ്യാഭ്യാസം അധികം ഇല്ലാത്തതിന്റെ പേരിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബലഹീനതയാണെങ്കിൽ പ്രത്യേകം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കൃപയാൽ പറയട്ടെ, 8 മീറ്റിങ്ങുകളിൽ 106 പേര് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനായിട്ട് വന്നു. ഇത് പറയുന്നതെല്ലാം കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ്. എന്റെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത 210 മാർക്ക് എന്ന് പറഞ്ഞതിന്റെ കാരണവും എനിക്ക് പോകാനൊന്നുമില്ല. ഈ ജോയ്സ് TVയിലോ മറ്റു പല എവിടത്തൊക്കെ എവിടെ ഞാൻ സാക്ഷ്യം പറയുകയാണെങ്കിൽ പറയും, എന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആള് എന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തി ഞാൻ ഈ എളിയവനായിരിക്കും. ഒരു കാര്യം പറയട്ടെ, കർത്താവ് നമ്മെ കണ്ടുവെങ്കിൽ, കർത്താവ് എന്നെ കണ്ടുവെങ്കിൽ, കർത്താവ് ദൈവത്തിലെ നമ്മളെ കണ്ടുവെങ്കിൽ കർത്താവ് മാനിക്കുവാൻ മതിയായതാണ് എന്ന് പറയുന്നു. 1999 ജനുവരി 25 തീയതി ഒരു CNI ചർച്ചില് പച്ച്മേടി എന്ന് പറയുന്ന സ്ഥലത്താണ് മീറ്റിംഗ്. പശ്ചിമേടിയിൽ സൂരഭി ഹോട്ടൽ എന്ന് പറയുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു. 1999 നടന്ന കാര്യമാണെങ്കിൽ ഇന്നും ഓർക്കുന്നു. സൂരഭി ഹോട്ടലിൽ ഇന്റർനാഷണൽ ഹോട്ടലാണ്. പശ്ചിമേടി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് മധ്യപ്രദേശിനകത്താണ്. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയ സമയത്ത് ആദ്യമായി അവിടെയാണ് മീറ്റിംഗ് വെച്ചത്. ആ പശ്ചിമേടി സ്ഥലത്ത് സൂരഭി ഇന്റർനാഷണലിൽ ചൂടുവെള്ളവും പച്ചവെള്ളവും TVയും ഫോണും ഒക്കെയുള്ള റൂമിൽ ഈ എളിയവനെ കിടന്ന് അവിടെ ആണ് കിടന്നപ്പോൾ ഞാൻ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനിട വന്നു. ഈ എളിയൻ എന്തുള്ളൂ കർത്താവേ എന്ന്. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് പ്രഭുക്കന്മാരുടെ മധ്യയിൽ പന്തിക്കിരുത്തുന്ന ഒരു സ്വർഗമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന്റെ ബൈലേ, നമ്മുടെ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സെക്കുലർ വിദ്യാഭ്യാസത്തിന്റെ കാരുണ്യം കൊണ്ടല്ല, ഞാനാകുന്നു എന്ന് പറയുന്ന ഈ അത്യന്തമായ ശക്തി, ഈ മൺകൂട്ട
കൂടാരത്തിൽ നമുക്ക് നിക്ഷേപമായി തന്നത് ദൈവത്തിന്റെ ദയ മാത്രമായാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1999 ജനുവരി 25 രാത്രി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജനമെല്ലാം കൂട്ടമായി പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നു. കൊച്ചു കുട്ടികൾ പ്രവചനപരത്താൽ കൃപാവരങ്ങളാൽ നിറയുന്നു. 2 സഹോദരിമാര് ഒരു വെള്ളയിൽ കറുത്ത ചെറിയ പൂക്കുള്ള വലിയ 2 സഹോദരിമാര് കടന്നു വന്നു, പ്രാർത്ഥിച്ചു. അവർ പരിശുദ്ധാത്മാവ് അന്യഭാഷ നിറയുവാനിട വന്നു. അവരുടെ കയ്യിൽ വെറും ഒരു സ്റ്റീലിന്റെ ഒരു കുരിശും ഒരു മാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് മനസ്സിലായില്ല. അവർ കന്യാസ്ത്രീകളായിരുന്നു. അവരെ കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം എന്റെ കൂടെയുള്ള ഐസക് എന്ന് പറഞ്ഞ പാസ്റ്റർ പ്രാർത്ഥിച്ചു. പാസ്റ്റർ ഷാജി പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുമെന്ന് അവസാനം. അപ്പൊ ഈ ഷാജി പാസ്റ്റർ ഫാൻ ഇട്ടു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്റ്റർ ആയിരിക്കുമെന്ന്. പക്ഷെ അദ്ദേഹം ആ പശ്ചിമേടി ചർച്ച് എന്ന് പറയുന്നത് പട്ടാള ബാരക്കിനകത്താണ് റോമൻ കത്തോലിക്കക്കാരുടെ RC-കാരുടെ ചർച്ച്. ആ ചർച്ചിലെ വികാരിയായിരുന്നു ഷാജി എന്ന് പറയുന്ന അച്ഛൻ. കൊല്ലത്തുകാരനായിരുന്നു. ഫാൻ ഷർട്ട് ഇട്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു പാസ്റ്റർ ആണെന്ന്. പറഞ്ഞതും പാസ്റ്റർ ആണെന്നാണല്ലോ. അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് പറയുന്നത് ഇദ്ദേഹം ഫാദർ ഷാജി എന്നാണെന്ന്. അപ്പോൾ ഈ എളിയവന് ഒരു ഹൃദയത്തിൽ ആഗ്രഹം 26-ാം തീയതി പകൽ മീറ്റിംഗില്ല, രാത്രിയോ മീറ്റിങ്ങുള്ളൂ, ഈ അച്ഛനോട് പോയി ചോദിക്കാന്ന്. അച്ഛനും ആഗ്രഹം മീറ്റിങ്ങിന് ഞാൻ തയ്യാറാണോ എന്ന്. ഞങ്ങൾ 2 പേരും ചോദിക്കുവാനായിട്ട് വന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് സന്തോഷമായി. 1999 ജനുവരി 26-ാം തീയതി പട്ടാള ബേരക്കിൽ റോമൻ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീമാരെ 32 കന്യാസ്ത്രീമാർ, തലേദിവസം ഉണ്ടായിരുന്ന 2 കന്യാസ്ത്രീമാരടക്കം 34 കന്യാസ്ത്രീമാർ നിരനിരയായിരിക്കുവാനായിട്ട് വന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുവാനിട വന്നു. പട്ടാള ബേരക്കിനകത്താണ് പശ്ചിമേടിയിലെ. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, 99-ത്തെ കാര്യം ചരിത്രമാണ് എളിയൻ പറയുന്നത്. അന്ന് ആ മൗനമായിരുന്ന കന്യാസ്ത്രീമാർ അന്യഭാഷ അടയാളത്തോടു കൂടി വെളിപ്പാടിനാൽ ദർശനങ്ങളാൽ കണ്ടപ്പോൾ ഉറക്കെ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തെ പോലെയല്ല, 25 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പെന്തക്കോസ്ത് സഭകളിൽ ആരാധിച്ചിരുന്നുവോ അതുപോലെ കന്യാസ്ത്രീമാരായ ആ സഹോദരി സിസ്റ്റർമാർ ഉറക്കെ അന്യഭാഷകളിലൂടെ ഹല്ലേലൂയ പ്രൈസിലൂടെ മുഖവിരിതമായ രീതി ശബ്ദം വർണ്ണിക്കുവാനിട വന്നു. ഹല്ലേലൂയ. ആ 32 കന്യാസ്ത്രീമാരുടെ ഓരോരുത്തരുടെ അടുക്കൽ പോയി ഈ ഷാജി അച്ഛന് ഞാൻ ചെവിയിൽ കേൾപ്പിച്ചു കൊടുത്തു. ഈ കന്യാസ്ത്രീമാര് അന്യഭാഷ പറയുന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്നത് ഇത് മക്കളെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സും എല്ലാവരും ആ കണ്ട ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുവാനായിട്ട് വന്നു. അതിനുശേഷം ഈ അച്ഛന്റെ റൂമിൽ വലിയ അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് പോലുള്ള TV പോലുള്ള വലിയ കമ്പ്യൂട്ടർ പിൻഭാഗമൊക്കെ കൂർത്ത് പിടിച്ചുള്ള വലിയ കമ്പ്യൂട്ടറും അതും ഇത് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ റൂമിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി ഞങ്ങളോട് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അച്ഛനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് എവിടെയെങ്കിലും പോകാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആ കത്തോലിക്കരുടെ മധുവായിൽ അതിനകത്തുള്ളടുത്ത് അച്ഛന്മാർക്കല്ലാതെ വേറെ ആൾക്കാർക്കൊന്നും പ്രവേശനമില്ല എന്നാണ് ഈ എളിയവന്റെ അറിവ്. എനിക്ക് അത് കുറിച്ച് വ്യക്തം അറിയില്ല. ഈ എളിയവനും ഞാനും അച്ഛനും കൂടി കടന്നു പോകാനിടൊന്നും ഞങ്ങൾ കുറ്റിട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു അച്ഛൻ കൃപാവരങ്ങളോടുകൂടെ പ്രവചനവരത്തോടുകൂടി പരിശുദ്ധാത്മാവ് പ്രാപിക്കുമെന്ന് പറയാനുള്ള വന്നു. ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനെ തന്നെ കൈവച്ചപ്പോൾ തന്നെ അച്ഛൻ പൊട്ടിത്തെറിച്ചോണം അന്യഭാഷയിൽ ഹല്ലേലൂയ ദൈവത്തിന് മാത്രമേ. ഷാജി എന്ന് പറയുന്ന അച്ഛൻ, സ്നാനപ്പെടാത്ത അച്ഛൻ, പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടു കൂടി നിറഞ്ഞുവെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവ പൈതലേ, വർഷങ്ങളായി നീ പരിശുദ്ധാത്മാവിന് വേണ്ടി കെഞ്ചുന്നുവെങ്കിൽ കേഴുന്നുവെങ്കിൽ ഇന്നും അവൻ ചെയ്യുവാൻ മതിയായവനാണ്. ഈ എളിയവന്റെ അനുഭവമാണ് ഈ പറയുന്ന വിശുദ്ധ കരങ്ങൾ ഉയർത്തി പറയട്ടെ, ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ, ദൈവത്തിന് തിരുവെഴുത്ത് പിടിച്ച് പറയട്ടെ. ഇത് യാഥാർത്ഥ്യമാണ്. ഒരു വാക്കിനും പോലും ഒരു മുടിനീളയ്ക്ക് പോലും കാപട്യമില്ല. അച്ഛൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ നിർത്തി. അച്ഛന് ഇപ്പൊ എന്റെ ആ ശുശ്രൂഷ എന്ന് പറയണമെങ്കിൽ ഒരാൾ പരിശുദ്ധാത്മാവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും കൂടി ബോധ്യം വരുവാൻ ഞാൻ നിർത്തും. അതിനുശേഷം അവനെ കണ്ണു തുറന്ന് അന്യഭാഷ പറയിപ്പിക്കും. അങ്ങനെ അവന് തന്നെ ജോലികൾ ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ അന്യഭാഷ പറയാവുന്ന രീതിയിൽ പാകപ്പെടുത്തും. അങ്ങനെ പാകപ്പെടുത്തിയതിനു ശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ദൈവാത്മാവ് പറഞ്ഞത് അച്ഛൻ പരിശുദ്ധാത്മാവ് പ്രവചനവരത്തോടു കൂടി നിറയുമെന്നാണ്. എന്നാൽ ഇപ്പോൾ പ്രവചനവരം കിട്ടിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ അച്ഛാ, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ പറയുവാനായിട്ട് വന്നു. അച്ഛന്റെ മുഖം വളരെ വിളറി വെളുത്തു. ഞാൻ പറഞ്ഞു അച്ഛൻ വിഷമം വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇന്ന് ഇപ്പോൾ അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ നാളെ ഈ അവസരം ലഭിക്കില്ല.
ദൈവത്തിന്റെ ആത്മാവ് പ്രവചനപ്പെടുത്താൻ നിറപ്പിക്കും എന്ന് പറഞ്ഞാൽ പ്രവചനപ്പെടുത്താൻ നിറപ്പിക്കും. അന്ന് 1999 ജനുവരി 26 വൈകിട്ട് അച്ഛൻ പ്രവചനപ്പെടുത്താൻ നിറഞ്ഞു. 34 കന്യാസ്ത്രീമാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കൂട്ടമായി 106 പേര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അന്ന് ഒരു 13 വയസ്സായുള്ള സഹോദരന്റെ ചെവി കേൾക്കുവാനിട വന്നു. പറഞ്ഞു വന്നതിന്റെ സാരം ഇത്. ഒരു ദേവദാസനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ കന്യാസ്ത്രീമാർ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ച ദേവദാസന്മാരുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ആരും കുറ്റം പറയല്ല, കുറവുകൾ പറയല്ല. ഞാൻ പറയാൻ ഇടവന്നു, ഞാൻ സ്നാനപ്പെടുത്തുവാനല്ല പോയത്, കർത്താവിന്റെ വചനം പറയുവാൻ ഇടവന്നു. പറഞ്ഞു വന്നതിന്റെ സാരം 32 വർഷം പഴക്കം ചെന്നവർ. അതുപോലെ തന്നെ 96 ഡിസംബർ 8 മുതൽ 15 വരെ 9 മുതൽ 15 വരെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തൃശ്ശൂർ ഏജി ചർച്ചിൽ വെക്കുവാൻ ഇടവന്നു. ആ ചർച്ചിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ജബൽപൂരിൽ നിന്ന് 1-2 ദേവദാസ്മാരെ ഞാൻ കൊണ്ടുവന്നു. വേറെ അവിടെയുള്ള ദേവദാസ്മാരെയൊക്കെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവരെല്ലാം പോയ ശേഷം ഇടസമയത്തുള്ള മീറ്റിംഗിൽ അവിടുത്തെ ദേവദാസൻ എളിയവന് അവസരം തരാറുണ്ടായിരുന്നു. 23 പേർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഞങ്ങൾ അവിടെ യുവാക്കൾ ഒത്തിരി പേര്, 8-10 പേര് യുവാക്കള് ഞങ്ങൾ അവിടെ ചർച്ചിൽ തന്നെ കിടന്നു. അന്നത്തെ സെക്രട്ടറി ആയിരുന്നു, ഇന്നും ആ സഭയിലുണ്ട്. പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കണമെങ്കിൽ ചിലപ്പോൾ അവര് അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അവരുടെ സ്റ്റാൻഡേർഡ് നമുക്ക് ഉയരാനിട്ടൊന്നും പറ്റില്ല. അന്നും നമ്മളൊരു സുവിശേഷകൻ, ഇന്നും നമ്മളൊരു സുവിശേഷകനാണ്. അപ്പോൾ അദ്ദേഹം 10 വർഷമായി പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് കേരള സർക്കാരിന്റെ ഒരു ജോലി ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അവിടെ തന്നെ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ആൺമക്കളാണ്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ വന്നു. അപ്പൊ പ്രാർത്ഥിച്ച് ചൊവ്വാഴ്ച പ്രാർത്ഥിച്ച് 10-ാം തീയതി എന്നാണ് 1996 ഡിസംബർ 10-ാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു. ചൊവ്വാഴ്ച 2-ാം ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ഒരു ദൈവശക്തി കടന്നു വന്നു. ഈ എളിയവനായ അടിയൻ അദ്ദേഹത്തെ തട്ടി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം 10-10:15 സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ക്ഷീണത്തിൽ കിടക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചാണ് അദ്ദേഹം എഴുന്നേറ്റത്. എന്നാൽ അദ്ദേഹം അന്യഭാഷ അടയാളത്തോടു കൂടി പരിശുദ്ധാത്മാവ് നിറയാനിട വന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒത്തിരി പേരുകളുണ്ട്. പലരെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് പല കാര്യങ്ങളെ കൊണ്ട് തന്നെ പറയുന്നില്ല. അവിടെ 10-13 പേരുണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ പരിശുദ്ധാത്മാവ് നിറയാനിട വന്നു. പറഞ്ഞു വന്നതിന് ശേഷം ഇന്നലകളിൽ കർത്താവ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ ദൈവസഭയെ പ്രയോജനപ്പെടുത്തുമെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ 120 പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞുവെങ്കിൽ അതേ എഫെസോസുകാരുടെ ഇടയിൽ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ 10 പേരിൽ അവർ 10 പേരുണ്ടായിരുന്നു സഹോദരന്മാർ. ആ 10 പേരും പരിശുദ്ധാത്മാവിന്റെ ഭാഷ പറയുകയും പ്രവചിക്കുകയും ചെയ്തുവെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്നതിലെ ശമരിയയിലുള്ളവർ പരിശുദ്ധാത്മാവ് കൈക്കൊള്ളേണ്ടതിനെ യെരുശലേമിൽ നിന്ന് യോഹന്നാനെയും പത്രോസിനെയും അയച്ചുവെന്നും അപ്പോസ്തല പ്രവൃത്തികൾ 8:14-17 വാക്യങ്ങളിൽ അവർ തലയിൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെന്നും വചനത്തിലുണ്ടെങ്കിൽ ഇന്നൊന്ന് വൃത്തിയാക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർമാർ, അതുപോലെ എഞ്ചിനീയർമാർ, അനേക വിദ്യാഭ്യാസമുള്ള അനേകർ ഈ പാപ്പരത്വമുള്ള വിദ്യാഭ്യാസമില്ലാത്ത എളിയവന്റെ കരങ്ങളാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. എല്ലാ മഹത്വം കർത്താവിന് കൊടുക്കട്ടെ. ഈ പറഞ്ഞു വന്നതിന് ചുരുക്കം എന്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവ മക്കളെ, ഏത് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മെ വിശ്വസ്തൻ. പല കാര്യങ്ങളും, ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് ഞാൻ വേഗത്തിൽ സ്ലിപ്പായി പോവുകയാണ്. കാരണം എല്ലാം ചന്തമായി വിചിതമായി പറയണമല്ലോ. ഒരിക്കൽ അരുണാചൽ പ്രദേശത്തിൽ നിന്ന് ഞങ്ങൾ ആസാമിൽ നിന്ന് അരുണാചൽ പ്രദേശത്തിലേക്ക് ഞങ്ങൾ AK-47 കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ 3-4 പട്ടാളക്കാരൊക്കെ കൂടി ഞങ്ങള് പട്ടാളത്തിന്റെ വണ്ടി 210 എന്ന് പറയുന്ന വണ്ടി കടന്നു പോയി. ഞങ്ങള് ഓരോ യൂണിറ്റുകളിൽ പോയി തോക്കുകളൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. അതിനുശേഷം അതിന്റെ ഫൈനൽ കടലാസ് പേപ്പർ ഉണ്ടാകുന്ന വർക്ക്ഷോപ്പിലാണ്. ആ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ടാങ്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട് അരുണാചൽ പ്രദേശിൽ. ടാങ്ക എന്ന് പറയുന്ന സ്ഥലം, അവിടെ ചോദിച്ചത് ഞങ്ങളുടെ വണ്ടി ഓഫായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഗതി ചോദിച്ചു. ഡ്രൈവർ പറഞ്ഞു അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നിങ്ങൾ എന്താണെന്ന് പറയേ അല്ലെ. എന്നാലും നിർമ്മതയോട് ചെയ്യുമ്പോൾ 4x4 എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ആണ്, വർക്ക്ഷോപ്പിലെ ആൾ വരാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ കൈ ബോണറ്റിന് മുകളിൽ ഒരു വിഡ്ഢിയായ മനുഷ്യനെ പോലെ തന്നെ ഇന്നും വിഡ്ഢിയാണ്, ആത്മപൂർണൻ ഭ്രാന്തൻ എന്ന് പറയുന്ന പോലെ ബോണറ്റിൽ കൈ വെച്ച് കുറെ നേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് മെക്കാനിക്ക് വരാണ്ട് ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് അദ്ദേഹം പറയാനുള്ളൊന്നും. അപ്പൊ ഇങ്ങനെ ഞാൻ കാണുന്ന ആ വർക്ക്ഷോപ്പ്, അപ്പൊ ഞങ്ങൾ ഈ വലിയ മലയുടെ മുകളിൽ താഴെ വർക്ക്ഷോപ്പിന്റെ അവിടെ നിന്ന് ഗേറ്റ് കടന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന
സർദാർജി സുബൈദർ സാബ് ഒരാളെ കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നുണ്ട്. അടുത്തടുത്ത് വരാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചെലവ്, നിങ്ങൾക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വരാൻ പോണേ. ഞാൻ കുറെ നിർബന്ധിച്ചപ്പോ അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ശരിയായി. ഹല്ലേലൂയ. ഈ പറഞ്ഞു വന്നതിന് ചുരുക്കം, വണ്ടി മനുഷ്യൻ റിപ്പയർ ചെയ്യാൻ നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ വിവേകവും ജ്ഞാനികളുമായ പരീക്ഷന്മാർ ഇന്നും ഉണ്ടാവും. ഞാൻ അവരോടൊന്നും അല്ല ദൂത് പറയുന്നത്, വിശ്വസിക്കുന്നവരോടാണ് ഞാൻ ദൂത് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ ഭാര്യ സൗകര്യമായിട്ട് ഞാൻ ഭാര്യ സൗകര്യ പേര് പല പേരുകളാണ്. യഥാർത്ഥ പേര് മോളി MP എന്നാ. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ മോളി ചാർലി എന്നായി. അപ്പോ ഈ ആധാർ കാർഡിൽ മോളി ചാർലി, മറ്റുള്ളവർക്ക് മോളി MP, ഇങ്ങനെയൊക്കെ പേരല്ല ശരിയാക്കുമ്പോൾ ആ ആള് തന്നെയാണ് ഈ ആള് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസിൽ പറഞ്ഞു ശരി അത് അക്ഷയത്തിനുള്ളതാണ് ഉണ്ടാക്കണേ, അവിടെ ചെയ്തെന്ന് പറഞ്ഞു. അക്ഷയയിൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അക്ഷയയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആന്റിയുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല. മകൻ വലിയ അറിവും കഴിവുള്ള മകനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ മകൻ കുറെ നോക്കി, അവനും നടക്കുന്നില്ല. എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് പോലും അറിയില്ല. എന്റെ മകൻ എല്ലാവിധ കാര്യങ്ങളും അറിയാം. മൊബൈലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും, കാര്യങ്ങളും ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് പണ്ടേ വെച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ മകനാണ്. എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നാൽ ഞാൻ ഹിന്ദിയിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും ഹിന്ദിയിൽ പ്രസംഗിച്ച് ഹിന്ദി ലൈവ് ഒക്കെ വരുമ്പോൾ, ഫേസ്ബുക്ക് ലൈവ് വരുമ്പോൾ മകൻ ഓൺ ചെയ്ത് തരണം. ഇന്നലെ ആ കൃപയാൽ പറയട്ടെ, ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വയറ് വിട്ട് കിടക്കുക. ഈ മകൻ അത് കണ്ടില്ല, അവരുടെ മകൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഈ വയറ് വിട്ട് കിടക്കാന്ന് പറഞ്ഞു. അത് വിട്ട് കിടക്കുക. എവിടെയാ വയറ് ഫിറ്റ് ചെയ്യണമെന്ന് അവരെ മകൻ നോക്കിയിട്ട് അറിയുന്നില്ല. കൃപയാൽ ഞാൻ അത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഞാനത് ഗ്യാപ്പ് കണ്ടു, ഞാൻ അതിൽ ഫിറ്റ് ചെയ്തു. ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തു. എന്റെ ഭാര്യ വേഗം എഴുന്നിട്ട് പ്രൈസ് ദി ലോർഡ് അച്ചായ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഈ വണ്ടിയുടെ കാര്യം ഓർമ്മ വന്നു. ഈ 210 എന്ന് പറയുന്ന വണ്ടി സ്റ്റാർട്ടായ കാര്യം ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, എന്റെ ദൈവബലിലെ നാം ആയിരിക്കുന്ന മേഖലകൾ വിശ്വസ്തയോടുകൂടി കർത്താവിനെ നാം സേവിക്കുന്നുവെങ്കിൽ നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കുവാൻ ഇടവരാത്ത ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പല കാര്യങ്ങൾ പറയാണെങ്കിലും ഞാൻ വേഗത്തിൽ പറയട്ടെ. ആന്റി സമയം കഴിയാറാകുമ്പോൾ ഒരു സൂചന തരണം. കാരണം ഇത് 2-3 ദിവസം 4 ദിവസമൊക്കെ തുടങ്ങിയാൽ നിർത്താത്ത രീതിയിലുള്ള പവർഫുൾ ആണ് ഞാൻ. എന്നാൽ അതുപോലുള്ള അനുഭവങ്ങളുണ്ട്. ഒരിക്കലും എൻ്റെ വൈഫിന്റെ വല്യപ്പന്റെ മകന്റെ ഭാര്യയുടെ അപ്പച്ചൻ മരിക്കാനിട വന്നു. ഞാനും വൈഫും മകനും കൂടി കടന്നുപോയി കഴിഞ്ഞിട്ട് അവിടെ ഫ്യൂണൽ സർവീസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ദൈവാത്മാവ് എൻ്റെ അകത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ആ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് പോയി ഞാൻ ആ സഹോദരിക്ക് വേണ്ടി സാമ്പത്തികമായി ഭയങ്കര ഞെരുക്കത്തിൽ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ സഹോദരി അന്യഭാഷയിൽ നിറയുവാനിട വന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ശക്തമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ എളിയവൻ ആമേൻ പറഞ്ഞ് അവരോട് വീണ്ടും പ്രാർത്ഥിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു ടീച്ചറാണ് ഇവർക്ക് നമ്പർ കൊടുത്തത്. എന്നെ പരിചയമുള്ള ടീച്ചറാണ്. അപ്പോൾ സെക്കൻഡറിലായിരുന്ന ടീച്ചറാണ്, ഇപ്പൊ തൃശ്ശൂരാണ്. ടീച്ചർ എന്നോട് പറഞ്ഞു, ഭയ്യ അതിങ്ങനെ ഹിന്ദിക്കാരും ഭയ്യ എന്ന് പറയുന്ന ബ്രദർ എന്നുള്ളതല്ല, ഭയ്യ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധം പ്രാപിച്ചു, എനിക്ക് വേണ്ടി ഭയ്യ പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞു അതിന് പ്രാർത്ഥിക്കാലോ, എന്നോട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ മകനെ കൊണ്ടുവരാൻ വേണ്ടി ബൈക്ക് കൊണ്ടുപോയത് റോഡ് സൈഡിലാണ്. ഞാൻ റോഡിലാന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഏകാഗ്രത കിട്ടില്ല. ഞാൻ പറഞ്ഞു സിസ്റ്റർ എവിടെയാന്ന് ചോദിച്ചു. ടീച്ചർ എവിടെയാന്ന് ചോദിച്ചു. വീട്ടിലാന്ന് പറഞ്ഞു. അത് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടിവെട്ട് പൊട്ടണ പോലെ ആ ടീച്ചർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ നിറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കളെ വിളിക്കാൻ പറഞ്ഞു. മക്കളെ പേര് 2 മക്കള്, ആൺമക്കള്. ഇപ്പൊ UK ഇളയ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂത്ത മകൻ അവിടെ ജോലി, സർക്കാരിന്റെ ബാങ്കിൽ ജോലി ലഭിക്കുക, UK സർക്കാരിന്റെ ജോലി ലഭിക്കാൻ വന്നു. എന്തിനു പറയുന്നു, ആ 2 മക്കളടക്കം പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഫോണിലൂടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിക്കുക. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിന് കർത്താവ് മതിയാന. ഞാൻ അബോർ എന്ന് പറയുന്ന രാജസ്ഥാനില് ഞാൻ പോയി കഴിഞ്ഞ് ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. പട്ടാളക്കാരനാ, കോഴിക്കോട്ടുകാരനാ, പേര് പറയുന്നില്ല. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ 2 ആൺമക്കളാ. അന്ന് ആ മക്കൾക്ക് പനി രോഗം വന്നപ്പോൾ എളിയവൻ പ്രാർത്ഥിച്ചു. കത്തോലിക്കലായിരുന്നു അവര്. ഞാൻ എൻ്റെ സാക്ഷ്യകാരികളൊക്കെ പറഞ്ഞു അവർക്ക് ദൈവം വീട്ടിൽ കൊടുത്തു. അദ്ദേഹത്തിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഒരു പ്രാവശ്യം അവരുടെ ആന്റി എന്നെ ഫോൺ വിളിച്ച് ഞാൻ ബൈക്കിൽ വരാം. അന്ന് ഈ ചെറിയ ഫോണാണ് ഇവിടെ കയ്യിലുള്ളത്.
ഇന്നും കുറെ നാൾ പഴക്കം ഞാനുള്ള ഫോൺ തന്നെയാണ്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ പലതും വ്യത്യാസമായിട്ടുണ്ട് എന്ന് മകൻ പറയാമെങ്കിലും ആ ചെറിയ ഫോണിലൂടെ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച് ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ച്, അന്ന് ഹെഡ്സെറ്റും കാര്യങ്ങളൊന്നുമില്ല, വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ വീട്ടിലാണ്. ഈ സിസ്റ്റർ പരിശുദ്ധമാണെന്ന് പറഞ്ഞു, അന്യഭാഷ അടയാളത്തോട് പറഞ്ഞു, ശക്തമായ അന്യഭാഷ പറഞ്ഞു. പേര് പറയേണ്ടതിന്റെ കാരണം പറഞ്ഞല്ലോ, അന്ന് രാത്രി ഈ സഹോദരി കിടക്കാൻ പോവാ. അപ്പൊ 2 ആൺമക്കളും ഇദ്ദേഹവും ആന്റിയാണ്, 4 പേരുള്ളൂ. സന്തോഷമായ കുടുംബം, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് കിടക്കാൻ പോകുന്ന സമയത്ത് ഇവരുടെ അപ്പനും മക്കളും TV ഒക്കെ കണ്ടിട്ടാണ് വരാം. ഈ ആന്റി കിടക്കാൻ പോകുന്ന സമയത്ത് ആന്റിയോട് ദൈവാത്മാവ് പറഞ്ഞു, നീ അടുക്കളയിൽ പോയി നോക്കാൻ പറഞ്ഞു. അടുക്കളയിൽ പോയി നോക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ് 23-25 വർഷമായിട്ട് കാണാത്തൊരു കാര്യം ആന്റി കണ്ടു. സാറ് മദ്യം, പട്ടാളക്കാരനാണല്ലോ, കോട്ട മേടിച്ചു കൊണ്ടുവന്നത് പോലും ആന്റി അറിയുന്നില്ല. കോട്ട മേടിച്ചു വന്ന മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന്റി കൈയോടെ പിടിച്ചു. പറഞ്ഞു ചാർലി സാറോട് പറയും എന്ന് പറയാനായിട്ട് വന്നു. അവര് വളരെ ഇതായി ചാർലിസോട് പറഞ്ഞാൽ ചാർലി സാർ വിശ്വസിക്കില്ല, എന്നെ പറ്റി ചാർലി സാർക്ക് അറിയാം കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനായിട്ട് വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ മധ്യേ ഒരു പാപമുണ്ടോ എങ്കിൽ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായബുദ്ധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവത്തിന് മക്കളെ, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ടല്ലോ, സ്വർഗത്തോട് സംസാരിക്കുന്ന മർമ്മങ്ങളാണെന്നാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:11 പറയുന്നു, അവൻ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു. യെശയ്യാപ്രവചനം 28:11 പറയുന്നു, വിക്കി വിക്കിയുള്ള അധരങ്ങളാലും അന്യഭാഷയാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇങ്ങനെയാകുന്നു സ്വസ്ഥത. ഇതേ വാക്ക് തന്നെ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പൗലോസ് കോട്ട് ചെയ്ത് പറയുവാനിട വന്നു. എങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്നതിലെ ഇത് നിസ്സാരമായ കാര്യമല്ല, ഇതൊരു ആത്മാവിന്റെ ഒരു ചൈതന്യമാണ്. ആത്മീയ വർധനവിന് പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പട്ടാളത്തിൽ പുലർച്ചെ ഇപ്പോഴില്ല തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മ പ്രാപിച്ച ശേഷം പുലർച്ചെ 2:30 ഞാൻ എഴുന്നേൽക്കും. 2:30 എഴുന്നേറ്റ് 7:30 വരെ 5 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. ഒരു പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ അതെ KR, പേര് പറയാൻ പാടില്ലെങ്കിൽ തന്നെ പേര് പറയാണ്, KR വാസു എന്ന് പറയുന്ന പട്ടാളക്കാരൻ, മലയാളിയായ പട്ടാളക്കാരൻ, ശതാബ്ദി എന്ന് പറയുന്ന, ശതാബ്ദി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു, ഒഡീസക്കാരനായ ഹിന്ദിക്കാരൻ പറഞ്ഞു, ചാർലി സാറേ നിങ്ങളെ കമ്പനി ഹൗൾദാർ മേജർ നിങ്ങളെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ ശരി സാറേ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഹിന്ദിക്കാര് കേൾക്കലെ മലയാളിയായ KR വാസു സാർ എന്നെ ഒത്തിരി ഹിന്ദിയിൽ വഴക്ക് പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ബൈബിൾ വായിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. ഞാൻ ദൈവസേനയുടെ നെടുമ്പാട് വീണ് ഞാൻ എൻ്റെ റൂമിൽ, പട്ടാളത്തിന്റെ റൂമിൽ പോയി ബൈബിൾ വായിക്കാൻ കിട്ടുന്ന സന്ദർഭത്തിൽ എനിക്ക് അത് ഏകാഗ്രത കിട്ടുന്നില്ല. ആ സമയത്ത് ഇടിമുടക്കം പോലെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 18:10-9 വാക്യങ്ങൾ എനിക്ക് കാണാതെ അറിയാം, എന്നാൽ തന്നെ ഞാനത് വായിക്കുവാൻ ഞാൻ അല്പം സമയം എടുക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഇന്നലെ എന്ന പോലെ എനിക്ക് ഇപ്പോഴും ഓർക്കുന്നു. 1996 സംഭവിച്ച കാര്യമാണ്. 1996 ആഗസ്റ്റ് 30 സംഭവിച്ച കാര്യമാണ്. അതിൽ പറയുകയാണ്, രാത്രി കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, എന്നോട് ദർശനത്തിൽ രാത്രിയല്ല പകൽ പറഞ്ഞ കാര്യമാണ് പറയണേ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു എന്ന് ഉള്ള വചനം എന്നോട് ദൈവത്തിന്റെ ആത്മാ, യെസ് കറക്റ്റ്, 18-ാം അധ്യായത്തിൽ 10-ാം വാക്യം, 18-19 എന്നോട് ഇടപെടുവാനിട വന്നു. ഞാൻ അദ്ദേഹത്തിനോട്, അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ KR വാസുദാറിനോട് പോയി ക്ഷമ ചോദിക്കാൻ. കർത്താവ് അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചു, എല്ലാവരും മുമ്പിൽ വെച്ച് ചീത്ത വിളിച്ചു, എന്നിട്ട് ഞാൻ പോയി ക്ഷമ ചോദിക്കണോ? കാരണം നമ്മുടെ ഉള്ളിലുള്ള ഹല്ലേലൂയ താഴ്മയില്ലാത്ത സ്വഭാവം വീണ്ടും ദൈവാത്മാവ് പറഞ്ഞു, കർത്താവേ ശരി അടിയൻ എന്ന് പറഞ്ഞ് KR വാസാറിന്റെ അടുത്തേക്ക് പോയി. KR വാസാറിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, KR വാസാറെ ഞാൻ നിങ്ങളെ വേദനപ്പെടുത്തി, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് വിഷമമായത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാനിട വന്നു. അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ, ചാർലി സാറല്ലോ പറഞ്ഞത്, ഞാനാണ് പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം സാറേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരുവാനിട്ട് വന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ദാരുണ്യമായ ഒരു വിഷയം ഉണ്ടായി. ഹല്ലേലൂയ
ആ KR ഭാസ്കർ എന്ന് പറഞ്ഞ ആള് ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേര് വണ്ടി ഓടിപ്പിക്കുന്ന റിഡ്ജ് എന്ന് പറയുന്ന ടയർ, കനത്തിലുള്ള ടയറാണ് ഇന്നത്തെ. പണ്ടത്തെ പഴയ സൈക്കിളല്ല, ഇപ്പോഴത്തെ പിള്ളേര് ഉപയോഗിക്കുന്ന പോലത്തെ ഫ്രണ്ടിലും ബാക്കിലും കനത്തിലുള്ള ടയർ ഉപയോഗിച്ച് ആ സൈക്കിള് ഒരു കൂട്ടുകാരുടെ സൈക്കിൾ കിട്ടിയപ്പോൾ ചെറിയൊരു ഇറക്കത്തില് അദ്ദേഹം സൈക്കിൾ ചവിട്ടി വരുന്ന സമയത്ത് ആ സൈക്കിൾ മറയുവാനിട വന്നു. ഇദ്ദേഹത്തിന്റെ തലയിൽ 15, 17, 32 സ്റ്റിച്ചുകൾ ഇടാൻ വന്നു. തെറ്റിദ്ധരിക്കരുത്, ഈ എളിയവനെ കുറ്റം പറയുന്നതിന്റെ പേരിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിലെ എന്നെ കുറ്റം പറയരുത്. എല്ലാം ജനം പറയുവാനിട വന്നു. ചാർലി സാറിന്റെ ദൈവം കോപിച്ചു. KR ഭാസ്കർ MH മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുവാനിട വന്നു എന്ന് പറയാനിട വന്നു. എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ അന്ന് വൈകിട്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ ജബൽപൂര് മിലിറ്ററി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ചന്ദ്രനിലേക്ക് പോകുന്ന ആൾക്കാരുടെ വസ്ത്രധാരണം. അതുപോലെ കയ്യുമ്മ കാലുമ്മ തലയിലൊക്കെ കെട്ടുമെച്ച് ഇങ്ങനെ 2 കാലും പൊന്തിച്ച് സ്റ്റിച്ചൊക്കെ ചെയ്ത ആളിരിക്കുകയാണ്. ആൾ പറഞ്ഞു, ഡോക്ടർമാർ നഴ്സുമാർ പറഞ്ഞു ഇന്ന് വേദന ഉണ്ടാവില്ല, നാളെ ഭയങ്കര വേദന ഉണ്ടാവും. ചാർലി സാർ പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിട വന്നു. കൃപയാൽ പറയട്ടെ, ഈ എളിയവൻ പ്രാർത്ഥിക്കുവാനിട വന്നു. സാറേ, ഒരു രീതിയിലും സാറ് വേനുണ്ടാവില്ല എന്ന് പറയുവാനിട വന്നു. എന്തിനു പറയുന്നു? അദ്ദേഹം അന്ന് രാത്രിയിൽ ആരോ ഒരാള് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്ന ദർശനം കണ്ടു. അദ്ദേഹത്തിന് മുറിവുകൾ ഉണങ്ങുവാനിട വന്നു. അദ്ദേഹത്തിന് വേദന എടുത്തില്ല. പിന്നെ ഏത് ജലദോഷം വന്നാലും തുമ്മല് വന്നാലും, അന്ന് ആളുടെ ഭാര്യ നഴ്സ് രാജസ്ഥാനിലാണ്, ഭാര്യയ്ക്ക് മക്കൾക്ക് എന്താവശ്യം വന്നാലും ആള് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇത്ര ശല്യം ചെയ്യാറില്ല. ഇവിടെ അടുത്ത് കൂത്താടുകുളം ഭാഗത്താണ് ആള്, ഞാൻ കണ്ടു, സംസാരിച്ചെങ്കിൽ കൂടെ ആളെ പോയി ശല്യമൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് 10 പേരുടെ മുമ്പിൽ 4 പേരുടെ മുമ്പിൽ നാം നിന്നാൽ കർമ്മേൽ വെച്ച് ഏലിയാവിന് വെളിപ്പെട്ടതുപോലെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ജബൽപൂരിന്റെ പ്രദേശത്തുണ്ടായിരുന്ന 4-5 വർഷക്കാലത്തോളം വളരെ ആനന്ദമായിരുന്നു. എന്നാൽ പലവർക്കും അത് വളരെ അസഹനീയമായിരുന്നു. ആത്മാവിൽ ആരാധിക്കുന്നത് കേൾക്കുന്നത് അലർജി ഉള്ളവർ ഇന്നും ഉണ്ടല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കൊക്കെ അലർജി ആയിരുന്നു. ഇതൊരു പ്രാന്ത് പിടിച്ചതുപോലെ മുഴുത്ത വിശ്വാസം, മൂത്ത വിശ്വാസം 6 മാസം 3 മാസം 2 മാസം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവർ ഒത്തിരി പേരുണ്ടായിരുന്നു. പരിഹസിച്ചവർ എത്ര പേരുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, കർത്താവ് നിന്നെ നിന്ദാപാത്രമാക്കി കൊടുത്ത്, പരിഹാസ വിഷയമാക്കി കൊടുത്ത്. ലക്ഷർ ഹോസ്പിറ്റൽ മാത്രമല്ല, പെന്തക്കോസുകാര് ആലയത്തിന് അകത്തും മാനിക്കുവാൻ മതിയായ ഒരു ജീവനുള്ള ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നു. ഒരിക്കൽ എന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ അനിൽ കുമാർ എന്നുള്ള ആൾക്കാരൊക്കെ പരിശുദ്ധാത്മ പ്രാപിച്ച കാര്യം എന്ന് പറഞ്ഞല്ലോ. ഇവരില് കൊറോണ കാലത്താണ് ഇവരുടെ ഫോൺ നമ്പറുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ കിട്ടി. അതില് രാജേഷ് ബൗരിയ എന്ന് പറഞ്ഞത് ജബൽപൂരില് രാജേഷ് ബൗരിയ എന്നാണ് ആളുടെ പേര് പറയണു. ആള് പറയണു ചാർലി ഭയ്യ പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മ കിട്ടിയതെന്ന് ആള് പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, ഇപ്പോഴും ഓർമ്മയില്ല. രവി മഹന്തോ എന്ന് പറയുന്ന വ്യക്തിയും ആളും കൂടി ഡൽഹിയിൽ, രവി മഹന്തോ ജബൽപൂരിൽ ഹിന്ദി ചർച്ച നടത്തുന്നു. രാജേഷ് ബൗരിയ ഡൽഹിയിൽ ഹിന്ദി ചർച്ച നടത്തുകയാണ്. രവി മഹത്തോ ജബൽപൂരിലും ഹിന്ദി ചർച്ച നടത്താം. ഈ രാജേഷ് ബൗരിയ എന്നെ മീറ്റിംഗിന് വിളിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിന് കൂടുതൽ അവിനേഷ് ഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി എന്നെ മീറ്റിംഗിന് വിളിച്ചു. അവിടെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാനാണ്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെയധികം ഭയമുണ്ട്, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന്. കാരണം ഞാൻ ഈ പറയുമ്പോൾ അതിശയോക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്നുള്ള പദം വരുന്നത് കൊണ്ടൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുക. 2022 ആഗസ്റ്റ് മാസം ജബൽപൂരിന്റെ പ്രദേശത്തുള്ള ദേവദാസന്മാരെ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ ആഗസ്റ്റ് 13, 14, 13 തീയതിയാണ് അവിടെ എത്തിയത്. ഞാൻ 13, 14, 15 ദിവസങ്ങളിൽ 3 ദിവസത്തെ മീറ്റിംഗിൽ അതിശക്തമായ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായി. രാജേഷ് ബൗരിയ പാസ്റ്ററും അവിനേഷ് പാസ്റ്ററും ഈ എളിയവനെ മാനിക്കുവാൻ ഒരു 5-6 പേരെ അവരുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ തയ്യാറായുള്ളവരെ കൊണ്ടുവന്ന് ഈ എളിയവന്റെ കൈ കൊണ്ട് അവിടെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗം വഴിയൊരുക്കി. നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യേ
പരിഹസിക്കുന്നവരുടെ മധ്യേ ക്രിസ്തുവിന്റെ സൗര്യവ്യവാസനയാക്കുവാൻ കർത്താവിന് ഹിതമെങ്കിൽ ശൗലെ ഓടിപ്പിക്കട്ടെ, ശൗല് കുന്തം കൊണ്ട് എറിയട്ടെ. ആൾക്കാരെല്ലാം, ബന്ധുമിത്രങ്ങൾ, ചാർച്ചക്കാർ, സഹോദരങ്ങളൊക്കെ അവനെ ക്ഷണിക്കാതിരിക്കട്ടെ. പക്ഷെ പന്തിക്ക് ഇരിക്കണമെങ്കിൽ സാമുവേൽ പ്രവാചകൻ പറയും, കുടവല കടരകനാഥലം അവിടെ എന്റെ അഭിഷിക്തൻ കാട്ടിലാണെങ്കിൽ അവനെ വിളിച്ചു വരുത്തി അവനോട് ഒത്തുമേ ഞാൻ പന്തിക്ക് ഇരിക്കുള്ളൂ എന്ന്. കർത്താവിന് അറിയാട്ടോ അവൻ കാട്ടിലാണെന്ന്. എങ്കിൽ സഹോദരന്മാർ കാണുക, പരിഹസിച്ച മാതാവും പിതാവും കാണുക, പന്തിയിലിരുത്തുന്ന ഈ ജോയ്സ് ടിവിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിങ്ങൾ ഇനിയും ശക്തമായി ഈ ടിവിയെ അനേക രാജ്യങ്ങളിലേക്ക് പരിചയപ്പെടുത്തുമെന്ന് കർത്താവിന്റെ ആത്മാവ് ആലോചന അറിയിക്കുക. ഇത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ പലപ്പോഴും പ്രയാസപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്, പല ഞെരുക്കങ്ങളുണ്ട്. എന്നാൽ ഞെരുക്കങ്ങൾ മാറ്റി വിശാലത വരുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുക. ഹല്ലേലൂയ. എന്തിനു പറയുന്നു സഹോദരങ്ങളെ? രാജസ്ഥാൻ, ഹരിയാനയിലും അതുപോലെ തന്നെ പല, ഞാൻ പ്രവാചകനൊന്നുമില്ലാട്ടോ, ദൈവാത്മാവ് തന്നു, പ്രേരിപ്പിച്ചു, പറഞ്ഞു മാത്രം. നാളെ എന്നോട് പ്രവാചനം പറഞ്ഞ് ചോദിച്ച് ഫോൺ വിളിച്ച് ഫോൺ നമ്പർ കൊടുത്ത് പ്രവചനം കേൾക്കാൻ വേണ്ടി ആൾക്കാർ പറഞ്ഞു, എന്നെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കരുത്. ഹല്ലേലൂയ. കിട്ടാത്ത കാര്യം കിട്ടിയില്ലാന്നേ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെട്ടെ. ആ ഹരിയാനയിലും അതുപോലെ പല സ്റ്റേറ്റുകളിലും, ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും രാജേഷ് ഭൗര്യ പാസ്റ്ററും ഈ എളിയവനും ഈ അവനേഷ് പാസ്റ്ററും കൂടി പോയി. അദ്ദേഹം രാജേഷ് ഭൗര്യ പാസ്റ്റർ പറയും, ഞാൻ RSSന്റെ കാര്യവാഹിയായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ആളും കാര്യങ്ങളായിരുന്നു. ഒരു 100-100ഓളം കെട്ടുകളുണ്ടായിരുന്ന എന്റെ തലയിൽ ചാർലി ബയ്യ കൈവച്ചു. അന്ന് ഞാൻ തെറിച്ചു വീണ് 1-2 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. ആ ആത്മാവ് ഇന്നും നിങ്ങൾക്ക് തരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റർമാരടക്കം, ഹിന്ദിക്കാരായ പാസ്റ്റർമാരടക്കം കൂട്ടമായി ജനം പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നത് കാണുവാൻ സ്വർഗം വഴിയൊരുക്കി എന്റെ കർത്താവ് ഇന്നും ഇന്നലെയും എന്നേക്കും അനിയൻ. ഇത് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ പറഞ്ഞത് ജബൽപൂരിൽ ആഗസ്റ്റ് 19-ാം തീയതി എളിയവൻ കടന്നു വന്നു. എന്നോട് ഈ രവിമഹത്തോ എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞു, ചാർലി പാസ്റ്റേ, ഇവര് ഡൽഹിയിലേക്ക് എനിക്ക് റിസർച്ച് ചെയ്യണതിന് മുമ്പ് പറഞ്ഞു AC റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആ പഴയ പട്ടാളക്കാരനാ, ഞങ്ങള് റിസർവേഷൻ ഇല്ലാതെ ബാത്റൂമിന്റെ ഇടയിൽ ഇരുന്ന് പോകുന്ന ആൾക്കാരാ. 5 ഇരട്ടി കാശ് വേണം AC-ന്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറയാനിട വന്നു. അങ്ങനെ വെറും 900 രൂപയ്ക്ക്, 5000 രൂപയുടെ സ്ഥാനത്ത് വെറും 900 രൂപയ്ക്ക് അവരെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ലോ. കർത്താവിന് വേല ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ലോ. അങ്ങനെ ആണ് അവിടെ പോയത്. തിരിച്ചു വരുമ്പോൾ ജബൽപൂരിൽ കൂടി കടന്നു വന്നു. ഈ രവി മഹത്തോ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ റൂം ഹോട്ടലിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ ചർച്ചില്, ഞാൻ ഉണ്ടായിരുന്ന ചർച്ചില് ഒത്തിരി സഹോദരന്മാരുണ്ട്. അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. ഒരു ഫ്ലാറ്റ് ഫുള്ളായിട്ട് ദേവദാസന്മാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ആ ഒരു കൂട്ടുകാരന്റെ ഫ്ലാറ്റിലാണ് ഞാൻ താമസിച്ചത്. അന്ന് ആ ചർച്ചിൽ മീറ്റിംഗ് നടക്കുവാനായിട്ട് വന്നു. 2 ദിവസത്തെ മീറ്റിങ്ങിന് അവിടെ ദേവദാസനെ ആഗ്രഹിച്ചെങ്കിലും കമ്മിറ്റി പറഞ്ഞു 1 ദിവസത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞു. അന്ന് ചിലർ കൈയടിക്കാതെയും കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാൻ പറയാം, ആ പണ്ടത്തെ ചാർലി ബ്രദർ എന്നുള്ള ആ പ്രവണത കളഞ്ഞ് ദൈവദാസനാണെന്ന് അല്ലെങ്കിൽ ദൈവപരിലാണെന്നുള്ള വിചാരത്തോട് കൂടിയെന്നെങ്കിൽ ദൈവം ഇന്ന് വലിയവ ചെയ്യുമെന്ന് എന്തിനു പറയുന്നു? അന്ന് 96-ൽ ഞാൻ നിന്ദാപാത്രമായ സമയത്ത് ഡോക്ടർ വ്യാസ് എന്ന് പറയുന്ന വ്യക്തി അന്ന് സ്റ്റേജിലായിരുന്നു. അന്ന് ഞാൻ ആ ചർച്ചിന്റെ കാണികളുടെ കൂടെ വിശ്വാസിയായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഡോക്ടർ വ്യാസിനെ സ്വർഗത്തിലെ ദൈവം ആഗസ്റ്റ് 19-ാം തീയതി 2022 ആഗസ്റ്റ് 19-ാം തീയതി കാണിയായി ഇരുത്തുമ്പോൾ അളിയനെ ഫുൾ പിറ്റിൽ നിർത്തി ശുശ്രൂഷിപ്പിച്ചു. അവിടെ കൂട്ടമായി ജനപരിശുദ്ധം പ്രാപിച്ചു. ചിലരൊക്കെ കൈയടിക്കാതൊക്കെ മാറി നിന്നവരെ ഞാൻ ശ്രദ്ധിക്കാതെ, അവരെ ശല്യം ചെയ്യാതെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ വന്നു. എന്തിനു പറയുന്നു? കാലത്തും രാത്രി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം പറയട്ടെ, അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ ശക്തമായി ഇടപെടുകയും പരിശുദ്ധാത്മ പ്രാപിക്കുകയും അവിടുത്തെ സെക്രട്ടറി പരിശുദ്ധാത്മ ശക്തമായി നിറയുകയും കാര്യങ്ങൾ ചെയ്തു. വലിയൊരു കോൺട്രിബ്യൂഷൻ എനിക്ക് തരാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ഇത് എന്റെ മാതൃസഭയാണെന്ന് പറഞ്ഞു. അവർ നിർബന്ധിച്ച് ആ സ്തോത്ര കാഴ്ച എന്റെ കയ്യിൽ തന്നു. അതിനേക്കുറിയായി അവിടുത്തെ സ്ഥലം സഭയുടെ പാസ്റ്ററിന്റെ മകൻ 13 വയസ്സായുള്ള മകനും 15 വയസ്സായുള്ള മകനും 13 വയസ്സായുള്ള അവരുടെ പെങ്ങൾ 2 പേരും അന്ന് പരിശുദ്ധാത്മ പ്രാപിച്ചിരുന്നു. ആ മകൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി അങ്കളെ എന്ന് പറഞ്ഞ് ഒരു സ്തോത്ര കാഴ്ച തന്നു. എന്റെ കണ്ണുനീന്ന് വെള്ളം വന്നു. കാരണം അവന്റെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരെ അവനെ കാണുമ്പോൾ അവന് സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസ സ്വരൂപിച്ച് വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന്റെ സന്തോഷമായി അവൻ സന്തോഷം പ്രകടിപ്പിച്ചു. പിറ്റേ ദിവസം അവിടെ സൺഡേ എനിക്ക് പോകാൻ പറ്റിയ കാരണം എനിക്ക് ഹിന്ദി ചർച്ചയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നതിന് വരുന്നു. അന്ന് കുട്ടികൾ
കുട്ടികളും ആളുകളൊക്കെ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ പറ്റിയെന്ന് സാക്ഷ്യം പറയുവാനിവിടെ വന്നു. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ലെക്ചർ ഹോസ്പിറ്റലിൽ മാത്രമല്ല, എവിടെ ആലയത്തിനകത്തായാലും നീ നിന്ദാപാത്രമായാൽ, നാം ദൈവപൈരായി നാം നിന്ദാപാത്രമായ പരിഹാസ വിഷയമായ അവരുടെ മുമ്പിൽ തന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോട്ടെ. അങ്ങനെ 2005 ജോലി വേണ്ട എന്ന് വെച്ച് സുവിശേഷ വേലയ്ക്ക് കടന്നു വന്നു. അപ്പോഴാണ് എന്നെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ആൾക്കാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നത്. അന്ന് പട്ടാളത്തിൽ മിലിറ്ററിയിൽ ജോലി ഉണ്ടായിരുന്നതിന്റെ പേരിലുള്ള സ്നേഹപ്രകടനങ്ങളായിരുന്നു പലതും. ഇന്നും ഇതുപോലെ സ്നേഹപ്രകടനങ്ങൾ വഞ്ചിതരായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ആരെയും കൈവിടാതിരിക്കുന്നവൻ. പേരും സ്ഥലത്തിന്റെ പേരൊന്നും പറയുന്നില്ല. ലോക്കൽ സഭയിൽ ഞാൻ 2005 മുതൽ 2015 വരെ പോകുമായിരുന്നു. 10 വർഷം തീ പോലെ അനേകർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരുന്ന എന്നെ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളിലുള്ള ആ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞായറാഴ്ച നല്ല ഉറക്കം, ഈ തീ പോലെ കത്തിയത്. ഞാൻ ഉറങ്ങുന്ന സഭയിൽ ഞാനും നന്നായി ഉറങ്ങാൻ തുടങ്ങി. എന്റെ തലയിൽ കൈ വെച്ചിട്ട് ആ ദൈവങ്ങളുടെ അന്യപാട്ട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മൗനമായിരുന്നപ്പോ പിറ്റേ ദിവസം വേറെ സഭയിലേക്ക് പോയ ഒരു സഹോദരൻ എന്റെ അടുത്തിരുന്ന് ഇടിവാൾ പോലെ അന്യപാട്ട് പറഞ്ഞിട്ട് ദൈവാത്മാവനോട് പറഞ്ഞു, നീ മിണ്ടാതിരുന്ന ഈ കല്ലുകൾ ആർക്കും എന്ന് പറയുവാനോട് വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ 15-10 വർഷത്തോളം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ പരിചയമുള്ള ഒരു സുഹൃത്ത് നാട്ടിലേക്ക് കടന്നു വന്നു, വിദേശത്തായിരുന്നു, അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വന്ന് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിചയമുള്ള ചാർലി ബ്രദർ ഈ ചാർലി ബ്രദർ അല്ല, എന്ത് പറ്റിയെന്ന് പറയാനുണ്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്താൽ ഞാൻ തൃശ്ശൂരിലേക്ക് കടന്നുപോയി. ഒരു ദൈവത്തിന്റെ അവിടുത്തെ വിയ്യൂരിലുള്ള അവിടുത്തെ ഒരു ദേവദാസിന്റെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയിൽ ഞാൻ അദ്ദേഹത്തിന് അസിസ്റ്റന്റായി പോയി. ഞാൻ ദൈവത്തിനോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ശമരിയയിൽ നിന്ന് ഫിലിപ്പോസിനെ ആ ഷണ്ടനെ സ്നാനപ്പെടുത്തുന്നതിന് കടന്നു വിട്ടതുപോലെ കുറച്ച് സമയത്തേക്ക്, കുറച്ച് അല്പ ഡ്യൂറേഷനിൽ മാത്രമാണ് ഞാൻ നിന്നെ വിടുന്നത് പറയാനുള്ളത് വന്നു. എന്തിന് പറയുന്നു ദൈവമക്കളെ, അവിടേക്ക് കടന്നുപോയി. ഫൈസൽ എന്ന് പറയുന്ന ബംഗാളിയായ ഒരു കോൺട്രാക്ടർ ചർച്ചിലേക്ക് കടന്നു വന്നു. ഹിന്ദി ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്യും, മലയാളം പറയുന്നതിന് ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്യും. അവർ മലയാളത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ പ്രസംഗിക്കും. ഹിന്ദിയിലും അല്പം സ്വല്പം പ്രാവീണ്യം കടന്നു വരുവാനിട വന്നു. ചില 10 മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടിയ ഞാൻ ഈ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കഴിവും പ്രാപ്തിയുള്ളവനായിരുന്നു എന്നാണ് മോശയെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:22 പറയുന്നത്. എന്നാൽ പുറപ്പാട് ദിവസം 4:10 മോശ തന്നെ പറയാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണെന്ന്. കാരണം എന്നറിയോ, 40 വർഷത്തോളം ഇങ്ങനെ കാണിച്ച് മൃഗങ്ങളുമായി ഇടപെട്ട് സ്തോത്രം പോയി, അല്ലേലും പോയി, പ്രൈസിലോട് പോയി, നടിച്ച താവ് പോലെ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ പട്ടാളത്തിൽ നടന്ന വീരശൂരത്വങ്ങളും കാര്യങ്ങളും പറഞ്ഞ് രക്ഷപ്പെടുന്ന അവസ്ഥയായി, വചനം പറയാൻ എന്റെ കയ്യിലും സ്റ്റോക്കില്ലാത്ത അവസ്ഥയായി, കണ്ണുനീരോടെ പ്രാപിച്ച് കണ്ണുനീരോടെ കരഞ്ഞ് കർത്താവ് ആ മകനെ സ്നാനപ്പെടുത്തുവാൻ ഇടവന്നു. അതിന്റെ ഇടയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഒരിക്കൽ എന്റെ കൂട്ടുകാരൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആള് മാനേജറായിരുന്നു. ആളുടെ ഒരു ഏരിയയുടെ വലിയൊരു മാനേജറായിരുന്നു, ഏരിയൽ മാനേജറായിരുന്നു. ആള് ജോലി രാജിവെച്ച് ചാവടി എന്ന് പറയുന്ന സ്ഥലം, വാളയാറിനും കോയമ്പത്തൂരിനും നടുക്കുള്ള ചാവടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു സ്ഥലം മേടിച്ച് ഒരു ബൈബിൾ കോളേജ് നടത്തുവാനിട വന്നു. ആ ബൈബിൾ കോളേജിൽ എളിയവനെ ക്ഷണിച്ചു കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്നവർ പരിശുദ്ധാത്മ പ്രാപിക്കുവാൻ ഇടവന്നു. അന്നൊരു ദാസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ IPC കൊല്ലംകോട് ചർച്ചിന്റെ അണ്ടറിലാണ്. അദ്ദേഹത്തിന് ചർച്ചിൽ 2 വർഷം മുമ്പ് ഈ എളിയവനെ കൊണ്ടുപോയി. അവിടുത്തെ കൊച്ചു കുട്ടികളും ആ പാസ്റ്ററിന്റെ അനിയന്റെ ഭാര്യ പ്രവാചകയായിരുന്നു, നഷ്ടപ്പെട്ടതായിരുന്നു. ആ കൃപാവരങ്ങൾ പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ മകൻ പരിശുദ്ധാത്മ പ്രാപിച്ചു. ആ സഭയിലെ കൊച്ചു കുട്ടികളൊക്കെ പരിശുദ്ധാത്മ പ്രാപിക്കുകയും വ്യാഖ്യാനപരത്താൽ 94-ലൊക്കെയാണ് ഞാൻ ഈ വ്യാഖ്യാനപരം കേട്ടുള്ളത്. എന്നാൽ കൃപയാൽ ഇന്നും വ്യാഖ്യാനപരമുണ്ട് എന്ന് കൃപയാൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ മക്കൾ പറയുന്നത് കേട്ടപ്പോൾ വിശ്വസിക്കാനിട വന്നു. കാരണം ഇന്നലകളിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങളും ഇന്നും നടത്തുവാൻ മതിയായ ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എന്തിനു പറയുന്നു, അവിടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പിള്ളേര് മക്കളൊക്കെ കൂട്ടമായി സ്നാനപ്പെടുവാൻ തയ്യാറായപ്പോൾ സെൻട്രൽ ഭാഷ ചോദിച്ചത് എന്താണ് സംഗതി. അപ്പോൾ 8 വർഷം മുമ്പ് ഈ ഇദ്ദേഹം
ബൈബിൾ കോളേജിൽ വെച്ച് പരിശുദ്ധാത്മ പ്രാപിച്ചപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു, ഞാൻ ചർച്ച തുടങ്ങുമ്പോൾ ഈ ചാർലി എന്ന് പറയുന്ന ദേവദാസനെ വിളിക്കുമെന്ന്. അങ്ങനെ വിളിച്ച് ഈ ചാർലി എന്ന് പറയുന്ന ദേവദാസൻ വന്നപ്പോഴാണ് ഞങ്ങളുടെ സഭയിൽ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കുകയും മക്കളൊക്കെ സ്ഥാനപ്പെടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് IPC സെന്ററിന്റെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി 3 ദിവസം ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷിക്കാൻ സ്വർഗം വഴിയൊരുക്കി. പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ യോഗ്യത നമ്മുടെ യോഗ്യമല്ല, നിന്ദിക്കുന്നവരുടെ മധ്യ പരിഹസിക്കുന്നവരുടെ മധ്യ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനാകുവാൻ കർത്താവിന് ഹിതമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. C. പീറ്റർ എന്ന് പറയുന്ന ആ ബൈബിൾ കോളേജ് നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ സഭയിൽ ഒരു ഡൽഹിയിൽ നിന്നുള്ള ഒരു ഓർഫനേജ് നടത്തുന്ന ഒരു കൂട്ടർ കടന്നു വന്ന് ബിൽഡിംഗ് പണിയുന്ന സമയത്ത് 10-16ഓളം മക്കൾ അവിടെ കടന്നു വന്നു. ഇദ്ദേഹം നല്ലൊരു ടീച്ചറാണ്. C. പീറ്റർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം മക്കൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുത്തു. അദ്ദേഹം എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു, ഭയ്യ ഈ മക്കൾ പരിശുദ്ധാത്മ പ്രാപിക്കാൻ റെഡി ആയിട്ടുണ്ട്, എപ്പോഴും വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സാറ് എപ്പോ വിളിക്കുകയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച അങ്ങോട്ട് കടന്നുപോയി. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച കാലത്തും ശനിയാഴ്ച രാത്രിയും 3 നേരത്തെ മീറ്റിങ്ങിൽ 15-16 പേരിൽ ഒരാൾ ഒഴിച്ച് എല്ലാവരും അന്യഭാഷ അടയാളത്തോടു കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കൃപാവരങ്ങളോടുകൂടി നിറയുവാനിട്ട് വന്നു. ആ ഒരു മകൾ പരിശുദ്ധാത്മ പ്രാപിക്കാതിന് പേര് ഞാൻ പൊട്ടിക്കരയുവാനിട്ട് വന്നു. കഴിഞ്ഞ നാളുകളിൽ സ്വർഗീയ പിതാവെ പോകുന്നിടത്ത് എല്ലാവരും 100 മേനി പരിശുദ്ധാത്മ പ്രാപിച്ചിരുന്ന സ്ഥാനത്ത് എളിയവനെ കുറവാണല്ലോ എന്ന് പറഞ്ഞ് നിലമ്പാട് വീഴുവാനിട്ട് വന്നു. പറഞ്ഞു വന്നതിന് ചുരുക്കാം, നീ എവിടെ നിന്ദാപാത്രമായോ, എവിടെ പരിഹാസ വിഷയമായോ, നിന്നെ കൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് തള്ളിയ സ്ഥാനത്ത് മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സമയപ്പെടുന്നൊന്നും എനിക്കറിയില്ല ആന്റി, എപ്പോ വേണമെങ്കിൽ പറയാൻ ഞാൻ വേഗത്തിൽ ക്ലോസ് ചെയ്യാം. ചുരുക്കത്തിൽ പറയട്ടെ, അങ്ങനെ അവിടെ നിന്ന് ഒരു ദേവദാസനോട് കൂടെ ഒരു സഭ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാനിട വന്നു. അതിനൊരു 10-40 പേര് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദേവദാസൻ വേറെ സഭ തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് സാക്ഷ്യം പറയുവാനിട വന്നു. 2018 സെപ്റ്റംബർ 13-ാം തീയതി എന്റെ മകന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരുണ്ട്, 100-100 ചില്ലാനും പേരുണ്ട്. മകൻ പേടിച്ചു, പപ്പ എങ്ങനെ ഞാൻ ഇത് പാസ്സാവും? ഞാൻ പറഞ്ഞു, നീ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ ഈ 125 പേരിൽ ഒരാൾ പോലും പാസ്സാവില്ല. നീ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെന്ന് പറയുവാനിട വന്നു. കർത്താവ് ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്തു. മകൻ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാനിട വന്നു. പാസ്സായിട്ട് അപ്പൊ അവര് വേഗം കാര്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ ഞാൻ ക്ലാസ്സിലേക്ക് വിട്ടു. തിരിച്ചു വരുമ്പോൾ ഞാൻ ആ താലൂക്ക് ഹോസ്പിറ്റലിൽ, മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രാക്ട് കൊടുത്തു. ഒരു ആക്സിഡന്റിൽ ഒരു പയ്യൻ കിടക്കണ്ടായിരുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. പാമ്പ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞു. ആ മകനെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ശക്തമായ ദൈവാത്മാവ് ഇടപെട്ടു. അവര് ഫോൺ നമ്പർ എന്റെ ഏറ്റെടുത്തു. ആ വിളിച്ച് അന്ന് രാത്രി അവിടെ മൂത്ത മകൻ ജോമിറ്റ് എന്ന് പറയുന്ന മകൻ വിളിച്ചു. ആ മകൻ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. ആ മകൻ ആ സഭയിൽ സ്നാനപ്പെടുവാനിട്ട് വന്നു. ഇദ്ദേഹം എന്നോട് പോയിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മകനോട് മാത്രം പറഞ്ഞു, എന്നോട് ദേവദാസൻ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, പക്ഷെ ഞാൻ വന്ന് സാക്ഷ്യം പറയാന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കടപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു തരാൻ ആണ്. നിങ്ങൾ കൊടുത്ത നാളുകൾ വളരെ അനുഗ്രഹമായിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി യാത്ര പറഞ്ഞു പോരുന്ന സമയത്ത് ആ മകൻ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മകൻ പറഞ്ഞു, എന്താ പാസ്റ്റർ പറഞ്ഞു ആർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ വേദനകൾ, നിന്റെ ദുഃഖങ്ങൾ 10 പേര് കേൾക്കലെ പറയുവാനുള്ളതല്ല, നീയും ദൈവവുമായിട്ട് പറയുവാനുള്ളതാണ്. നിനക്കും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ആരെയും മുറിപ്പെടുത്താൻ വേണ്ടിയല്ല, എന്നാൽ യാത്ര പറയാതിരിക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു പോരുവാനിട വന്നു. ഞാൻ 6-7 വർഷമായി ഞാൻ ഒരു ദൈവദാസന്റെ കീഴിൽ ഞാൻ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിന്റെ ഇടയിൽ MDUവിനെ മാസ്റ്റർ ഓഫ് ഡിവൈൻ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5-8 മാസമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. എളിയവരെ മാനിക്കുന്ന, എളിയവരെ ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് ഇന്നലകളിൽ നാം അനുഭവിച്ച കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളെല്ലാം നെടുവീർപ്പുകളൊക്കെ മാറ്റുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം പറയട്ടെ, എൻ്റെ വൈഫ് ഞങ്ങളും വിവാഹം മുൻകൂട്ടി ദൈവാത്മാവ് കാണിച്ചു തന്നൊക്കെ ആണെങ്കിൽ തന്നെയും വളരെയധികം കലുഷിതമായ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. കാരണം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തി ബന്ധപ്പെടുന്നു. അത് വൈകിയാൽ അതിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം പല കഷ്ടതയുടെ തീച്ചുകളിലൂടെ ഞങ്ങളെ കടത്തിവിട്ടു. എങ്കിൽ തന്നെയും ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. സർവീസിലുണ്ടായിരുന്ന സമയത്ത് ഡ്യൂറേഷനിൽ തൃശ്ശൂരിൽ മുമ്പ് മേടിച്ചിരുന്ന
സ്ഥലത്ത് ഒരു ചെറിയൊരു ഭവനം പണിയുവാൻ സ്വർഗം വഴിയൊരുക്കി. അവിടെ അത് റെന്റിന് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ പെൻഷനുണ്ട്. ആ പെൻഷനും ഈ റെന്റും കൂടി കുടുംബത്തെ കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഛത്തീസ്ഗഡിൽ പോകുവാനിട വന്നു. ഛത്തീസ്ഗഡിൽ പോയപ്പോൾ അവിടെ അംബിയപൂർ എന്ന് പറയുന്ന സെന്ററിൽ ആ ചർച്ചിൽ ഛത്തീസ്ഗഡിൽ പോയപ്പോൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കൂട്ടമായി ഈ മൊബൈൽ ഫോട്ടോകളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത് കാണിക്കാനൊന്നും എനിക്കറിയില്ല. മൊബൈലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കർത്താവ് അറിയട്ടെ. കൂട്ടമായി ജനം പരിശുദ്ധാത്മാവിൽ നിറയുവാനിട വന്നു. അനേക പാസ്റ്റർമാർ പരിശുദ്ധാത്മാവ് നിറയുവാനിട വന്നു. പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നമ്മെ വിളിച്ച ദൈവം ഒരു അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെയൊക്കെ പോകാം എന്ന് ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു യെരുശലേം സഭയിൽ. എന്നാൽ അതേ സ്തെഫാനോസിന്റെ പീഡനിമിത്തം ജനം ചെന്നിച്ചെതറുവാനിട വന്നു. പോയവരെല്ലാം ദൈവവചനം പറഞ്ഞു, പോയടത്തെല്ലാം ദൈവസഭയുണ്ടായി. ഇങ്ങനെയാണ് കർത്താവിന്റെ കൺസെപ്റ്റ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക കഷ്ടതയുടെ തീർച്ചയുള്ള പോയപ്പോൾ 10-40 പാട്ടുകൾ എഴുതുവാൻ സ്വർഗം എനിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ ചുരുക്കം, അത്ഭുതങ്ങളാൽ അടയാളങ്ങളെ വീരമുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ ഇടയ്ക്ക് എനിക്ക് കൂട്ടുകാരെ, ചില പട്ടാളക്കാരായ സുഹൃത്തുക്കളെ പരിചയപ്പെടുവാനിടുന്നു. അവരോട് കൂടെ പ്രവർത്തിക്കാൻ കാര്യങ്ങളൊക്കെ ദൈവം വഴിയൊരുക്കി. അവരുടെ ഭാഗമായിട്ട് നാഗർകോവിൽ ഒരു ദേവദാസൻ എല്ലാ ഹോളികളിലും കഴിഞ്ഞ ഒക്ടോബറിൽ പോയിരുന്നു ഞാൻ. അതുപോലെ തന്നെ പൂജ ഹോളിലേക്ക് പോയിരുന്നു, ഒക്കെ പോയിരുന്നു. അവിടെ ഒത്തിരി പേരെ സ്നാനപ്പെടുത്താൻ സ്വർഗം വഴിയൊരുക്കി. അതിന്റെ ഇടയിൽ 1900 ഈ ജൂൺ 20-ാം തീയതിക്ക് 2 വർഷമാവും. എല്ലാ ദിവസവും 4 മണി തൊട്ട് 5 മണി വരെ 1 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥന തുടങ്ങുവാൻ സ്വർഗം വഴിയൊരുക്കി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിരന്തരം ഞായറാഴ്ചയാണോ അവിടെ മറ്റു ദിവസങ്ങളോ ഒന്നുമില്ല, ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്തടക്കം 10, 17, 19 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ 11ഓളം പേര് ഉണ്ട്, ഹിന്ദിക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭാഷ വ്യത്യാസമില്ലാതെ മലയാളം ഹിന്ദി പാട്ടോ ഒരു പാട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, മലയാളം പരിപാടികളും ഹിന്ദി പരിപാടികളൊന്നുമില്ല. 1 മണിക്കൂർ 4 മണി തൊട്ട് 5 മണി വരെ അന്യഭാഷയിൽ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഒരു ജബൽപൂരിലുള്ള ഒരു പാസ്റ്റർ ഒരു ആന്റിക്ക് കൊടുത്തു. അവരെ എന്നെ വിളിക്കുവാനിട്ട് വന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡൈവേഴ്സ് ചെയ്യാൻ പോവുകയാണ് ഭർത്താവ് എന്ന് പറയാനിട്ട് വന്നു. പുലർച്ചെ 2 മണിക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ള ഞാൻ 2 മണി സമയത്ത് അവര് എന്നെ വിളിക്കുകയും അവർക്ക് വേണ്ടി ഒരു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ശക്തമായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനിട വന്നു. ആ ശക്തമായി അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ അവർ തന്നെ പ്രവചിച്ചു പറഞ്ഞു, ജൂൺ 5-ാം തീയതിക്കുള്ളിൽ നിന്റെ വിഷയത്തിന്മേൽ ഉത്തരം തരുന്ന അവരോട് തന്നെ അവർ തന്നെ ദൈവാത്മാവിൽ ആലോചന പറഞ്ഞു. എന്തിനു പറയുന്നു? തിങ്കളാഴ്ച അവരുടെ ഭർത്താവ് അതിനെ ഭോപ്പാലിൽ കോടതിയിൽ ഡൈവേഴ്സിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് 5 മിനിറ്റ് വൈകി എന്ന് കണ്ടതിന് പേരില് കോടതി സമയം കഴിഞ്ഞു എന്ന് നമ്മൾ തിരിച്ചു വന്നു. അവർ ഇന്നും കുടുംബസമേതം 3 സ്റ്റാറുള്ള ഡിവൈഎസ്പിയുടെ ഭാര്യയാണ് അവര്. കുടുംബസമേതം സന്തോഷമായി ജീവിക്കുന്നു. ആ ആന്റി എന്നോട് പറഞ്ഞു, ചാർലി ഭയ്യ നിങ്ങൾ ഹിന്ദിയിൽ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കാൻ അറിയില്ല, ഹിന്ദിയൊക്കെ നമ്മൾ പറയുന്നില്ല, ഹിന്ദിയിൽ പ്രസംഗിക്കാൻ അറിയില്ല. പറഞ്ഞു, ഭയ്യ എന്ത് തെറ്റ് വന്നാലും കുഴപ്പമില്ല, ഹിന്ദിയിൽ പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഹിന്ദിയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ ചില എൻ്റെ പ്രാർത്ഥന കൂട്ടുകാരായുള്ള ഒരു ആന്റിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നല്ല പ്രസംഗമായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്കറിയാം? ചാർലി ഭാഷയിൽ നിങ്ങളുടെ ഹിന്ദി എന്ന് പറയുന്നത് പകുതി മലയാളമാണ്, ഞങ്ങൾക്ക് നന്നായി മനസ്സിലാകുമെന്ന്. അത്രയും വിവരദോഷിയായിരുന്നു ഞാൻ. എന്റെ കൂടെ ഉണ്ടായിരുന്ന 14, 16, 18 മലയാളികൾ എല്ലാവരും ഹിന്ദി പഠിച്ചപ്പോൾ ഏറ്റവും അവസാനമായി ഹിന്ദി പഠിച്ചവനാണ് ഇളയവൻ. എന്തിനു പറയുന്നു? അനേകം നാളുകൾ ഹിന്ദി പറഞ്ഞ് കൃപയാൽ ഹിന്ദി മീറ്റിങ്ങുകൾ, എപ്പോഴും ഹിന്ദി ലൈവ് മീറ്റിങ്ങുകൾ നടത്തുവാൻ സ്വർഗം വഴിയൊരുക്കി. അങ്ങനെ ഹിന്ദി ലൈവിന് വേണ്ടി ഒത്തിരി ഫേസ്ബുക്കില് സമയം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാസ്റ്റർ എനിക്ക് പഠിച്ചപ്പോഴും പ്രായം 56 വയസ്സായി. മാർച്ച് 3-ാം തീയതി 68 ജനനാണ്. പലതും എഴുതാനും കഴിയായിട്ട് കുറച്ച് നാളുകള് ഞാൻ ഫേസ്ബുക്ക് ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ആന്റി വീണ്ടും പറയുന്നുണ്ട് എന്റെ ഡിവൈസില് പ്രസംഗിക്കണം എന്ന്, ഹിന്ദി പ്രസംഗിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഹിന്ദി അറിയാത്ത എന്നെ കൊണ്ട് ഹിന്ദിയിൽ പ്രസംഗിക്കുവാൻ സ്വർഗം വഴിയൊരുക്കി. മലയാളം വേണ്ടുവാണ് തൃശ്ശൂർ ഭാഷയായ ഞാൻ പറയാൻ അറിയാത്ത എന്നെ കർത്താവ് മലയാളത്തിലും സംസാരിക്കുവാൻ സാക്ഷി പറയാനൊക്കെ ദൈവം വഴിയൊരുക്കി. ഇപ്പൊ ഒത്തിരി സമയമായി തോന്നുന്നു. ഞാൻ ക്ലോസ് ചെയ്യട്ടെ.
ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവാത്മാവ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനിയും എപ്പോഴേലും ആനി വരുന്ന സമയത്ത് ഞാൻ പറയാം. കാരണം ഒറ്റയടിക്കൊക്കെ 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് ഒരാൾക്കാർ കേൾക്കാന്ന് പറഞ്ഞാൽ അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഇത്രത്തോളം ദൈവാത്മാവിൽ പരിപൂർണനായി പറയുവാൻ സ്വർഗം വഴിയൊരുക്കി. കാരണം ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ച കഷ്ടതകൾ ഇന്നിന്റെ സാക്ഷ്യമാകുവാൻ സ്വർഗം വഴിയൊരുക്കും. നമുക്ക് പലപ്പോഴും, ഞാൻ ഇന്നലെ എന്റെ സഭയിൽ പറയാനിടുന്നു, 16-ാം സങ്കീർത്തനത്തിൽ വളരെ ദുഃഖത്തിലും വേദനയിലുമാണ് ദാവീദ് തന്റെ സങ്കീർത്തനം രചിച്ചത്. അത് പിന്നത്തെ യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടായി, പ്രവചനമായി. എങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ, ഇപ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ തീച്ചുളയുണ്ടല്ലോ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിനാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം നൽകിയ ദൈവദാസിയോടുള്ള നന്ദി അറിയിക്കുന്ന. എന്നോട് നിർത്താൻ പറ്റല്ല, ഞാൻ നിർത്തുക. കാരണം എല്ലാ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടി വേണ്ടേ. കാരണം എനിക്ക് വിവേകമില്ല, പരിജ്ഞാനമില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉള്ള ഒരു വ്യക്തിയാ. ദൈവവചനം പറഞ്ഞിറങ്ങി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിയാ. എന്നാൽ എല്ലാം ചന്തമായി ഉചിതം വേണ്ടേ. ഇത്രയും സമയം അനുവദിച്ച ജോയ്സ് ടിവിയോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനോ ദുഃഖങ്ങളോ വേദനകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്ഥിരം പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, മദ്യപാനം ഒന്നിനും പരിഹാരമല്ല. ഒന്ന് ദൈവമക്കളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ വേഗത്തിൽ ക്ലോസ് ചെയ്യട്ടെ. 31 വർഷമായി, 33 വർഷം, 93 മുതൽ 1993 ഫെബ്രുവരി മാസം മുതൽ ഞാൻ എൻ്റെ പട്ടാളത്തിന് കോട്ട മേടിക്കാറില്ല. ഇത്രയും വർഷമായി 31 കൊല്ലത്തോളമായിട്ട് ആ കോട്ടയുടെ കാശ് എത്രയാണെന്ന് കണക്കൂട്ടി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമില്ല, കാശിന്റെ കാര്യത്തിലല്ല പ്രാധാന്യം. പറഞ്ഞതിന്റെ അർത്ഥം, അകത്ത് ഒരു മാറ്റമില്ല എങ്കിൽ സാമ്പത്തികമായ നഷ്ടമോ ഹൃദയത്തിലെ വേദനകളോ ശരീരത്തിലെ വേദനകളോ ദുഃഖങ്ങളോ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. പറഞ്ഞതിന്റെ അർത്ഥം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഇത്രയും സമയം നൽകിയ ജോസിഡിയോടുള്ള നന്ദി അറിയിക്കുന്നു. എളിയവന്റെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ ഞാനെന്നോ അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ എന്തെങ്കിലും പ്രാവീണ്യക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ദൈവദാസനെ കർത്താവ് എത്രത്തോളം സമയം ദൈവത്തിന്റെ ദാസനെ തന്റെ ജീവിതാനുഭവങ്ങൾ പറയുവാൻ ഉപയോഗിച്ചല്ലോ. ഇത് അനേകരുടെ ജീവിതത്തിൽ ആശ്വാസവും തണലും തണുപ്പും ഒക്കെ ആക്കി തീർക്കട്ടെ. ദൈവദാസന് 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ. സുസ്ഥനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അല്പകാര്യങ്ങളെ തുച്ഛിക്കാത്ത സ്വർഗീയ പിതാവേ, ഈ ജോയ്സ് ടി വി പാലേക്ക് സമർപ്പിക്കുന്നു. ഭൂലോകമെമ്പാടും എന്റെ സാക്ഷികളാവുമെന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കാത്ത ഒരു കാര്യമാണ്. അങ്ങയുടെ മക്കളിലൂടെ അങ്ങ് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഈ സാക്ഷി കേൾക്കുന്നവർ അനേക രക്ഷകനെ കണ്ടെത്തുവാൻ, പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ, ആത്മനിറവിൽ ശുശ്രൂഷിക്കുവാൻ, അത്ഭുതങ്ങളാൽ അടയാളങ്ങളെ വീര്യപ്രവൃത്തികളെ വചനത്തെ ഉറപ്പിക്കുവാൻ, പൗലോസ് പറഞ്ഞതുപോലെ ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, നിങ്ങളുടെ ദൈവപ്രവൃത്തി ദൈവശക്തി കണ്ടറിയും എന്ന് പറഞ്ഞതുപോലെ ഈ നാളുകൾ ദൈവശക്തി പ്രാപിച്ച് അനേകരെ തീ നിന്ന് വലിച്ചെടുക്കുവാൻ, ഇന്ത്യ മഹാരാജ്യത്തെ നേടുവാൻ തക്കോണം സ്വർഗം ഞങ്ങൾക്ക് കൃപ തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെയും ദാസിയെയും ഈ ജോയ്സ് ടിവിയുടെ സംരംഭത്തെയും അവരുടെ മക്കളെയും പിതാവിനെയും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഈ ഡിവൈസിൽ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ പിതാവിനെയും പുത്രനും പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമം ജീവിക്കുന്ന കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. ദേവദാസനെ കർത്താവ് സഹായിക്കട്ടെ.